ഇന്ന് പകൽ പ്രാർത്ഥനയാണല്ലോ, നിരന്തരമായ പ്രാർത്ഥനയാണ്. ഈ 17 ദിവസമായിട്ട് എല്ലാ ദിവസവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിച്ചവർ ഉണ്ടെങ്കിൽ അവരൊന്ന് കൈപൊക്കിക്കുക. ഓക്കെ പൊക്കാത്തവർ 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടില്ലെന്നർത്ഥം. അതിൽ കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ എനിക്ക് സന്തോഷം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ പലതും പ്രസംഗ യോഗങ്ങളായിട്ട് മാറുകയാണ്. എന്നെ വിളിച്ചുകൊണ്ട് വിരോധമില്ല, ഞാൻ പ്രസംഗിച്ചിട്ടേ ഇരിക്കത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ ഇന്ന് എന്തായിക്കൊണ്ടിരിക്കുകയാണ്? പ്രസംഗ യോഗങ്ങളാണ്. എൻ്റെ ആഗ്രഹം, ഇന്നലെ വന്ന പുള്ളിയെക്കാട്ടിൽ ഇന്ന് ഞാൻ മികച്ചു നിൽക്കണം. നാളെ വരുന്ന ആളിനെക്കാട്ടിലും ഞാൻ എന്ത് ചെയ്യണം? എങ്കിലേ അടുത്ത പ്രാവശ്യം എന്നെ എന്ത് ചെയ്യത്തുള്ളൂ? പ്രൈസലോ. അപ്പോൾ അടുത്തൊരു പ്രോഗ്രാം ഞാൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഈ PYPയുടെയൊക്കെ താലന്ത് പരിശോധന പോലെ നമ്മുടെ യോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റിദ്ധരിക്കല്ലേ, ഞാനിതിനൊന്നും എതിരല്ല. പക്ഷേ പ്രാർത്ഥന കുറയുകയും മറ്റുള്ള കാര്യങ്ങൾ കൂടുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ സഭകൾ അധപ്പതിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ആദ്യത്തെ സഭയുടെ പ്രാർത്ഥന നടക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്. 120 പേരുടെ പ്രാർത്ഥന. ഞാൻ തിരിച്ചും മറിച്ചും എല്ലാം വായിച്ചു നോക്കി. അതിൻ്റെ ഈ 10 ദിവസം 240 മണിക്കൂറിൽ ആരും പ്രസംഗിച്ചിട്ടില്ല. ഉണ്ടോ ഷാജി പാസ്റ്ററെ? അപ്പോൾ 240 മണിക്കൂറിനിടയ്ക്ക് നല്ല പ്രസംഗകൻ പത്രോസ് അവിടെ ഇരിപ്പുണ്ട്, മറ്റ് ശിഷ്യന്മാരുണ്ട്. പക്ഷെ അവരാരും എന്ത് ചെയ്തില്ല. അവരുടെ അടുക്ക പോയി ഞാൻ പ്രാർത്ഥിച്ചൊരു കൈവെക്കാൻ പറഞ്ഞാൽ പക്ഷേ അങ്ങനെ പറയല്ല. 240 പ്രാർത്ഥിച്ചൊരു കൈവെക്കാൻ പറയണം എന്ന് പറഞ്ഞാൽ 120 ദൂരം എന്ത് ചെയ്തേനെ? പറഞ്ഞേ, കൈ പൊക്കിയേനെ. നിങ്ങളോട് ഞാൻ 24 മണിക്കൂർ ചോദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. 12 മണിക്കൂർ ചോദിച്ചില്ല. ആത്മാർത്ഥമായിട്ട് 1 മണിക്കൂർ. ഈ 10-200 പേര് 1 മണിക്കൂർ പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ ഈ പട്ടണം ചലിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ഇനിയുള്ള 4 ദിവസം 17, 18, 19, 20, 21 ഇനിയുള്ള 5 ദിവസം പ്രാർത്ഥനയ്ക്കായി സമയം മാറ്റണം. പ്രാർത്ഥന ഉയർന്നാൽ പിശാചിന് പ്രസംഗിക്കുന്നവന്മാരെ ഒന്നും വലിയ പേടിയില്ല. പ്രൈസ് ദി ലോർഡ്. തുള്ളുന്നതും ചാടുന്നതും ഒന്നും വലിയ പേടിയില്ല. പിശാചിന് പേടി പ്രാർത്ഥിക്കുന്നവനെയാ. ഇന്ന് പകൽ പ്രാർത്ഥന ഉയർന്നാൽ അഴിയാത്ത ഒരു പോരുമില്ല. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമടിച്ച് ജയം. ഇപ്പൊ പ്രാർത്ഥന ഉയരണം. ഇവിടെ 2 പേര് പ്രാർത്ഥിക്കണം. 2 ദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. പത്രോസ് വളരെ തിരക്കുള്ള ശുശ്രൂഷയിലാണ്. 9-ാം അധ്യായത്തിൽ പൗലോസ് ശൗൽ രക്ഷിക്കപ്പെടുന്നു. 9-ാം അധ്യായത്തിൽ അനന്യാസ് എന്ന പേരുള്ള മനുഷ്യൻ 8 വർഷമായി പക്ഷപാതമായി കിടന്നവൻ സൗഖ്യമാകും. 9-ാം അധ്യായത്തിൽ തബീത എന്ന പേരുള്ള പേടമാൻ എന്നർത്ഥമുള്ള സഹോദരി യോപ്പയിൽ സൗഖ്യമാകും. ഇങ്ങനെയുള്ള വലിയൊരു മിനിസ്ട്രിയുമായിട്ട് ആര് നീങ്ങുകയാണ്? പത്രോസ് നീങ്ങുകയാണ്. അതിനിടയ്ക്ക് അല്പസമയം തോൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ കടക്കരയിൽ താൻ വന്ന് പാർക്കുകയാണ്. വന്ന് പാർക്കുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ടൊരു സമയം കണ്ടെത്തി. 6-ാം മണി നേരത്ത് നല്ല വിശപ്പുണ്ട്, എന്നിട്ടും പ്രാർത്ഥനയ്ക്കായി വെൺമാടത്തിലേക്ക് കയറിപ്പോയി. മറ്റൊരു ദേശത്ത് കൊർന്നല്യോസ് എന്ന ഒരു മനുഷ്യനും പ്രാർത്ഥിക്കുകയാണ്. ആ മനുഷ്യനെ കുറിച്ച് വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കണം. അതിൻ്റെ 2-ാമത്തെ വാക്യം, അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. അവൻ ഭക്തനാണ്, സകല ഗ്രഹത്തോടും ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും ജനത്തിന് ദാനധർമ്മം ചെയ്യുന്നവനാണ്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോകും. അവിടെ വിഷയം, നമ്മൾ 17 ദിവസമായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നില്ല. ഇവൻ പട്ടാളത്തിന്റെ ഒരു ശതാധിപനാണ്.
തിരക്കുള്ള ഡ്യൂട്ടിയുള്ള മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. പണിയില്ലാത്ത കൊണ്ട് പ്രാർത്ഥിക്കുകയല്ല, ഗവൺമെന്റിന്റെ സാലറി കിട്ടാത്ത കൊണ്ട് പ്രാർത്ഥിക്കുകയല്ല, തന്റെ ഗ്രേഡ് കൂടി ഒരു ഇൻക്രിമെന്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല, ഒരു അടുത്ത പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, തന്റെ കൊച്ചുങ്ങളുടെ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കുകയല്ല, ഈ പ്രാവശ്യം OET IELTS പിള്ളേർ കിട്ടാൻ പ്രാർത്ഥിക്കുകയല്ല, വീട് പണി തീരാൻ പ്രാർത്ഥിക്കുകയല്ല. താൻ പ്രാർത്ഥിക്കുന്ന മണ്ഡലം ദൈവം കാണുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊരു ക്വാളിറ്റി ഉള്ള മനുഷ്യൻ അല്ലേ പറഞ്ഞു. നമ്മുടെ ഇടയിൽ ഇന്നാരെ മാറ്റി നിർത്തിയിട്ട് ഭക്തനാണ്, ദൈവഭയമുള്ളവനാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്, ദാനധർമ്മം ചെയ്യുന്നവനാന്ന് പറഞ്ഞ് ഒരു ലീഡറിനെയോ ഒരു പാസ്റ്ററെയോ ഒരു വിശ്വാസിയോ മാറ്റി നിർത്താൻ നമ്മുടെ ഇടയ്ക്ക് ആരെങ്കിലും ഉണ്ടോ? എന്നെക്കൂടെ ഉൾപ്പെടുത്തി ചോദിക്കുക. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ നിങ്ങളെ കുറ്റം പറയാനൊന്നും വന്നതല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കാർക്കും ഇല്ലാത്ത വെറൈറ്റി ഉള്ള ക്വാളിറ്റി നമുക്ക് ഈ 17ാമത്തെ പകൽ അങ്ങനെ ഒരു തലത്തിലേക്ക് ആകാൻ കഴിയുമോ? ഒരു സ്വത്രം പറഞ്ഞേ. ഇന്ന് പകൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന, ഭയമുള്ള, ഭക്തിയുള്ള ഒരു മനുഷ്യനായി, ദാനധർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യനായി നമ്മൾ മാറാൻ കഴിയുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഇത് പ്രശസ്തിക്കോ പേരിനോ വേണ്ടി 5 കിലോ അരിയും 1/4 കിലോ പയറും 100 ഗ്രാം കാപ്പിപ്പൊടിയും 2 മെഴുകുതിരിയും ഒരു തീപ്പെട്ടിയും കൊടുത്തിട്ട് ഫോട്ടോ ഗുണ്ടൂസിനിടുന്ന ആളല്ലിത്. പ്രൈസ് ദി ലോർഡ്. 1 ലക്ഷം രൂപ പിരിവെടുത്തും വെച്ച് 5000 രൂപയുടെ സംഭാവനയും കൊടുത്ത് 95,000 പോക്കറ്റിൽ വെച്ച ആളല്ല. തനിക്ക് കിട്ടുന്ന ചെറിയ സാലറിയിൽ നിന്ന് താന് ദാനധർമ്മം ചെയ്യുക. നല്ല ഹല്ലേലൂയ പകൽക്കാലം പറയണം. പ്രൈസ് ദി ലോർഡ്. പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ഒന്നും ചെയ്യാതെ തനിക്ക് ലഭിക്കുന്നത് മുഴുവൻ കർത്താവിനെ ഭയപ്പെട്ടിട്ട്. ഓ റബ ശാന്തര. ഈ ഞാൻ എല്ലായിടത്തും ഈയിടെയായിട്ട് വായിപ്പിക്കുന്നൊരു വാക്യ ഉൽപ്പത്തി 3:10. ഒന്ന് വായിച്ചു. ഉൽപ്പത്തി 3:10. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചുവെന്ന് അവൻ പറഞ്ഞു. അവൻ നഗ്നനായത് കാലൊച്ച കേട്ടപ്പോഴാണോ? അല്ല. എപ്പോഴാണോ അമ്മാമ്മ ഫ്രൂട്ട്സ് കൊടുത്തത് അപ്പോഴേ അവൻ എന്തായതാ? ഞാൻ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി പറയാം. അമ്മാമ്മ എപ്പോഴാണോ ഫ്രൂട്ട്സ് കൊണ്ടു കൊടുത്തത് അത് കഴിച്ചപ്പോഴേ പുള്ളി ആരായതാ. പക്ഷെ പുള്ളിക്കൊരു ഭയവുമില്ല. പുള്ളി പിന്നെയും തുള്ളി കാണും, കസാറ ഒടിച്ച് കാണും, ചാടി കാണും, എല്ലാം ചെയ്ത് കാണും. ഈ തുള്ളുന്നതിനും ചാടുന്നതിനും കസാറ ഒടിക്കാനൊന്നും വലിയ പക്വത വേണമെന്നില്ല. തുണി പോയത് അറിയാതാ ചാടുന്നേ. എൻ്റെ കൂടെ നിൽക്കണം. ഹല്ലേലൂയ. ഈ പുള്ളിക്കാരന് നൂലുബന്ധ തുണിയില്ല, പക്ഷെ ഇത് അറിയാതെ പുള്ളി ഭയങ്കര ഭക്തിയില്ല. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോ തോട്ടത്തിൽ ദൈവത്തിന്റെ ഒച്ച കേട്ടു. ഇന്ന് പകൽ PC ചെറിയാന്റെ ഒച്ചയല്ല ഇവിടെ കേൾക്കണ്ടേ. ഇവിടെ കേൾക്കേണ്ട ദൈവത്തിന്റെ ഒച്ചയാ. ദൈവത്തിന്റെ ഒച്ച ആലയത്തിൽ കേട്ടാൽ ഹല്ലേലൂയ. സഭയാകുന്ന തോട്ടത്തിൽ കെട്ടിയടച്ച തോട്ടത്തിൽ കേൾക്കേണ്ടത് മനുഷ്യ ശബ്ദമല്ല, ഉപകരണങ്ങളുടെ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ. വിശ്വസിക്കുന്നവർ ഈ പകൽ മൗനമായിരിക്കരുത്. നിന്റെ ഭവനത്തിൽ ദൈവശബ്ദം കേൾക്കട്ടെ, നിന്റെ സഭയിൽ ദൈവശബ്ദം കേൾക്കട്ടെ. ഹല്ലേലൂയ. അവനൊരു പ്രശ്നവുമില്ല. ഈ സംഭവിച്ചോന്ന് ഇവൻ അറിയുന്ന പോലുമില്ല. അതിനകത്തൊരു ജാള്യതയോ ഒരു നഗ്നതയോ ഒന്നും അവനില്ല. അവൻ ഷൈൻ ചെയ്യാ തോട്ടത്തിൽ കൂടെ. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ ആരുടെ ഒച്ച കേട്ടു? ദൈവത്തിന്റെ ഒച്ച തോട്ടത്തിൽ കേട്ടു. ദൈവത്തിന്റെ ഒച്ച കേട്ടപ്പോൾ അവൻ ഭയപ്പെട്ടു പോയി. ജനത്തിന്റെ ഭയം പോകാൻ കാരണം, ജനത്തിന്റെ ഭക്തി കുറയാൻ കാരണം, പലയിടത്തും ശബ്ദങ്ങളുണ്ട്.
5000 വാട്ട്സും 10000 വാട്ട്സും ഒക്കെ ശബ്ദമാണ്. ഭയങ്കര എക്കോ ഇട്ട് വലിയ വൈബ്രേഷനിൽ ശബ്ദം കേൾക്കുകയാ. പക്ഷെ ജനത്തിന് പേടിയില്ല. അകത്തിരിക്കുമ്പോ മൊബൈലിൽ പണിയുക, അകത്തിരിക്കുമ്പോ അന്യ ശ്രദ്ധയോടിരിക്കുക, ഒക്കെ ചെയ്യുന്ന ഭയമില്ലാത്ത കൊണ്ടാ. എന്ന തോട്ടത്തിൽ വിശ്വസിക്കുന്നവർ പകലാർ തോട്ടത്തിൽ ദൈവത്തിന്റെ ഒച്ച. ജിബന രഗൽക്കന വൈഡ ദിബാര ബശസിയ. എന്നേരം അവന് നഗ്നനാകയാൽ ഭയപ്പെട്ടു, ഒളിച്ചു, ഓടിപ്പോയി ഒളിച്ചു. പ്രൈസ് ദി ലോർഡ്. സഭകൾക്കകത്ത് ഈ ദിവസങ്ങളിൽ, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ സഭകൾക്കകത്ത് മുഴങ്ങേണ്ട ദൈവശബ്ദമാണ്. ഈ ഇങ്ങോട്ടുള്ള എൻട്രൻസ് കടക്കുമ്പോൾ അകത്തൊരു ചെറിയ ഞെടുക്കം ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മാർമികമായ വിഷയം പ്രസംഗിച്ചു. അത് കേട്ടവർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കത് വിഷയമല്ല. ഞാനൊരു വലിയ സ്കോളറല്ല. ഒരല്ലലിയ പറഞ്ഞ്. എനിക്ക് ഈ പാശ്ചാത്യ ഭാഷയൊന്നും ശരിക്കും അറിയത്തില്ല. ഒരല്ലലിയ പറഞ്ഞ്. അതറിയത്തില്ലേലും 10-42 രാജ്യങ്ങളിൽ പോയി, അത് വേറെ കാര്യം. ഹല്ലേലൂയ. അപ്പൊ എന്നോട് ദൈവം പറയുന്നത് ഞാനങ്ങ് പറയും. അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ സ്റ്റേജിൽ നിൽക്കുക. നീ വചനത്തിന്റെ ദൂതേൽപ്പിച്ചാൽ ആരെയും പേടിക്കല്ല, ആരുടെ മുഖം നോക്കല്ല, കാര്യം പറഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ നമ്മുടെ പ്രതിയോഗിയുടെ പേര് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അവനെ സാധാരണക്കാരനല്ല, അവനെ നവരത്നം കൊണ്ട് സൃഷ്ടിച്ച. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. നവരത്നങ്ങൾ കണ്ടുള്ള എത്ര പേരുണ്ട്? ഇവിടെ ആരുമില്ല, റാന്നിയിലും ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. അവനെ സൃഷ്ടിച്ചേക്കുന്നത് അതുകൊണ്ടാണ്. അവൻ്റെ പേര് മോർണിംഗ് സ്റ്റാർ എന്ന. എന്താണ് പറഞ്ഞേ? മോർണിംഗ് സ്റ്റാർ. അവനെ വിളിക്കുന്നത് ഉദയ നക്ഷത്രം, ശുക്രൻ. ഒരല്ലലിയെ പറഞ്ഞേ. അവന് നമ്മുടെ കൂട്ടി 2 പ്രഷർ വന്ന് സൂക്ഷിച്ച 2 കൈയും പോളിയോ വന്ന 2 കാലും ഒന്നുമല്ല. 6 ചിറക, 6 ചിറക്. അവൻ്റെ മനസ്സിൽ നിഗളം ഉണ്ടായി. എന്തോ നിഗളം? നിഗളം എന്തുവാ? ഷാജി പാസ്റ്റർക്ക് ഇല്ലാത്ത എന്തോ എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുമ്പോൾ ഉണ്ടാകുന്ന സോക്കേടിൻ്റെ പേരാണ്. അത്രയേ ഉള്ളൂ. അതിനിപ്പം നമ്മൾ ഗ്രീക്കും ഹീബ്രു ഒന്നും പഠിക്കണ്ട. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം മനുഷ്യനെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സോക്കേടാണ് നിഗളം. നിഗളമില്ലാത്തവരെല്ലാം ഒന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ സത്യസന്ധരാ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. 2ാമത്തെ അസുഖത്തിൻ്റെ പേരാണ് അസൂയ. എന്താണ് അസൂയ? എന്തുവാ? എനിക്കില്ലാത്ത എന്തോ ഷാജി പാസൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന 2ാമത്തെ സോക്കേടിൻ്റെ പേരാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇന്നോവ ക്രിസ്റ്റയുള്ളൂ, പുള്ളിക്ക് ഫോർച്യൂണറുണ്ട് എന്ന് ഞാൻ കാണുവാണെങ്കിൽ എനിക്ക് എന്നേരം അകത്തുണ്ടാകുന്ന സോക്കേടിൻ്റെ പേരാണ് അസൂയ. ഇല്ലാത്തവരെല്ലാം ഉണ്ടെന്ന് ഹല്ലേലൂയ പറഞ്ഞ്. 17 ദിവസമായിട്ട് അത് 2 ഉണ്ട് പാസ്റ്റേ. തെറ്റിദ്ധരിക്കല്ലേ, ഒരു ഹല്ലേലൂയ പറയണം. അപ്പൊ ഇവന് നിഗളമുണ്ടായി. ഇവന്റെ ആഗ്രഹം, ഇപ്പം ഞാൻ ഷാജി പാസ്റ്റർ ലെവലിലുള്ള കസാറെ വന്നിരുന്നായിരുന്നേ കുഴപ്പമില്ല, സന്തോഷം. ഞാൻ പാസ്റ്ററോട് ഇരിക്കുമ്പോൾ ആ കസാര എടുത്തുകൊണ്ട് മേളിൽ കയറി ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ആഗ്രഹം ഇച്ചിരി വല്ലാത്ത ആഗ്രഹമാണ്. അതാ അവൻ ആഗ്രഹിച്ച് ഞാൻ അത്യുന്നതനോട് സമനാകും, എൻ്റെ കസാറ പുള്ള കസാറയുടെ. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഭയങ്കര പ്രൈസാമർഷിപ്പാ. 2 കൊണ്ട് കാലും മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നു നിന്ന് ഭയങ്കര പ്രൈസാമർഷിപ്പ് നടത്തുമ്പോഴും അകത്തെന്തുവാ? കസാറ മേളിൽ വെക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ പിന്നെ വിളിച്ചൊരു കൗൺസിൽ കൂടി നമുക്ക് ഇവനെ എന്തോ ചെയ്യണം, അടുത്ത പ്രാവശ്യം ഇവനെ സ്റ്റേജിൽ കയറ്റില്ല, അങ്ങനൊന്നും തീരുമാനിച്ചില്ല. ഒറ്റവെട്ട്
ഹല്ലേലൂയ. നിഗളിച്ചവനെ ഒറ്റ വെട്ടിന് 6 ചിറക് അരിഞ്ഞുപോയി. നമ്മുടെ ഈയലൊക്കെ മഴയത്ത് പൊങ്ങുമല്ലോ, പൊങ്ങുമ്പോൾ അതിന് 4ഉം 6ഉം ചിറകുള്ള ഈയലുണ്ട്. പക്ഷേ മേളിലോട്ടൊന്ന് പൊങ്ങി താഴോട്ട് വരുമ്പോൾ ചിറക് എന്ത് ചെയ്യും? പറഞ്ഞു പോകും. പിന്നെ താഴോട്ട് ഇടന്നെ കണ്ടുണ്ടോ? ഉണ്ട്, ഒരുമാതിരി മുടുത്ത ചെതിലിൻ്റെ അത്രയും കൂട്ടി അല്ലേ? അതേപോലെ ഇവന് ചിറക് പോയപ്പോൾ എഴയാൻ തുടങ്ങി. എഴഞ്ഞാണ് ഏതിന് കയറിയത്, പറന്നല്ല. അവിടെ മിണ്ടുന്നില്ല. അപ്പോൾ താഴെ വീണവൻ ചിറകില്ലാഞ്ഞപ്പോൾ എഴഞ്ഞ് കയറി. അവനെ എഴഞ്ഞകത്ത് കയറിയാൽ അവന് ഗേറ്റൊന്നും വിഷയമല്ല. അവന് ചെറിയ ഒരു വിടവ് കിട്ടിയാൽ എഴഞ്ഞെന്ത് ചെയ്യും? അകത്ത് കയറി. ഒക്കുവാണേലെ മരത്തെ വരെ കയറി അമ്മാമ്മയ്ക്ക് ഫ്രൂട്ട്സ് വരെ പറിച്ച്. അവനൊന്നും മിണ്ടുന്നില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? അവന് ലക്ഷ്യം ഞാനോ വീണു, എൻ്റെ ചിറകോ പോയി, ഇവനും വീഴണം. നിന്നെ നന്നാക്കാനൊന്നുമല്ല അവൻ വന്നേ. നിന്നെ നശിപ്പിക്കണം, നിന്റെ കുടുംബത്തെ നശിപ്പിക്കണം, നിന്റെ തലമുറയെ നശിപ്പിക്കണം, നിന്റെ സഭയെ നശിപ്പിക്കണം, നിന്റെ മിനിസ്ട്രിയെ നശിപ്പിക്കണം. അവൻ ചെറിയ പ്ലാനും കൊണ്ടല്ല വന്നത്. ഇന്ന് പകൽക്കാലം നീ അതിന്റെ മേൽ ജയമെടുക്കണം. നിന്നെ വിളിച്ചത് ഓ ഷൂഡൽ കമാനാ റബാഷ്. ഹല്ലേലൂയ. ഇനി ഒരു മർമ്മം ഞാൻ പറയാം, ഷാജിപ്പാൽ ശ്രദ്ധിക്കണം. ഇവൻ വന്ന് വീഴുന്നതിന് മുമ്പ് ഈ ഭൂമി മനുഷ്യർക്ക് പാർപ്പാൻ വേണ്ടി ഉണ്ടാക്കി. അത് മനോഹരമായിരുന്നു. മുള്ളും പറക്കാരെ ഇവിടെ ഇല്ലായിരുന്നു. അത് കണ്ടിട്ട് ദൈവപുത്രന്മാർ പോലും ആർത്ത് ഉല്ലസിക്കുന്ന മനോഹരമായിരുന്നു ഈ ഭൂമി. ഒരല്ലളിയെ പറഞ്ഞേ. ഇവൻ ഈ മുകളിൽ നിന്ന് ചിറക് പോയ ഒരൊറ്റ വീഴ്ച വീണപ്പോൾ ഈ ഭൂമി പാഴായിപ്പോയി. ഭൂമി ശൂന്യമായി പോയി. ഭൂമി ആഴത്തിലോട് താണുപോയി. മീതെ വെള്ളം വന്ന് മൂടി, അതിൻ്റെ മീതെ ഇരുട്ട് വന്ന് മൂടി. മനസ്സിലാകുന്നുണ്ടോ? ഇവൻ ഒരു വ്യക്തിയിൽ വീണാൽ, ഇവനൊരു കുടുംബത്തിൽ വീണാൽ ആ കുടുംബം പാഴാവും. ഓ ഷുഡകൽ കമനാദര. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് പകൽ ആരാധിക്കണം. പൈശാചിക മേഖലകളുടെ മേൽ ഇന്ന് പകൽ ആത്മാവിന്റെ കരുത്തിൽ നീ ജയമെടുക്കുന്ന പകലാകണം. ഹല്ലേലൂയ. ഓ ഉഡകരമനക ദുരാജകരകദര വൈഡക റിബലബരൗഷ. ഹല്ലേലൂയ. നിന്റെ ബിസിനസ് പാഴാകുന്നുണ്ടോ? നിന്റെ ജോലി ശൂന്യമാകുന്നുണ്ടോ? കൈ കിട്ടുന്ന പൈസ മുഴുവൻ ഓട്ടസഞ്ചിയിലെ പോലെ ചോർന്ന് പോവുകയാണോ? നിന്റെ കുഞ്ഞ് പഠിച്ചിട്ടും ഉയരാൻ കഴിയുന്നില്ലയോ? നിന്റെ കുഞ്ഞിന്റെ ഭാവിയുടെ നന്മ ബന്ധിച്ചിട്ടിരിക്കുകയാണോ? അവൻ വീണിട്ടുണ്ട്. അതിനാ ഉപവാസം. അല്ല, ഇവിടെ കസാറ തല്ലി ഓടിക്കാനല്ല. ഈ ഉപവാസത്തിൽ അവന്റെ ആധിപത്യം ഉടയണം, അവന്റെ താഴ്വരകൾ ഇറക്കണം. കുടുംബങ്ങൾക്കെതിരെ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് പോലെ ആത്മാവിന്റെ കരുത്ത് ജയിക്കാൻ. ഓ അഴിയട്ടെ, അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില കുടുംബങ്ങളുടെ ഉള്ളിൽ നാളുകളായി വീണ് കിടക്കുന്ന ചില പൈശാചിക ആധിപത്യങ്ങൾ വേരോടെ ദൈവം അറുത്തു മാറ്റുകയാ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാ. അവന്റെ ചില കോട്ടകളെ ഇന്ന് സ്വർഗം അഴിക്കുകയാ. യെസ്, അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി. ജയം, 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 ജയം.
ആഭിചാര കെട്ടുകൾ അഴിയട്ടെ, അന്യാരാധന ബന്ധനങ്ങൾ അഴിയട്ടെ, പോരുകൾ അഴിയട്ടെ. ഇത് പൽക്കാലം അത്ഭുതങ്ങളുടെ കരം വെളിപ്പെടട്ടെ. ഓ യെസ് 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 യെസ്. ഓ ജയം 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 ജയം. കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, തലമുറകൾ വിടുവിക്കപ്പെടട്ടെ, മിനിസ്ട്രി വെളിപ്പെടട്ടെ, ദൂതുകൾ വെളിപ്പെടട്ടെ, ദൈവകൃപ വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ പുതിയൊരു പകർച്ചയിലേക്ക് ജനം ആഴത്തിൽ ഇറങ്ങട്ടെ. ഓ ജയം 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 ജയം. യെസ് 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 യെസ്. കമനാദരാജന രൗഢാരമനക ശബ്ദരാധരാജന. കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഇന്ന് പകൽ ജയമെടുത്തോണം. എല്ലാത്തിനെയും ദൈവഗതമാ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നീ ഉരപ്പിത്തള്ളിവിടല്ല. ചിലതിൻ്റെ പുറകിൽ പ്രൈസലോ പ്രൈസലോ. പക്ഷേ ഈ പാഴെങ്ങനെ മാറും? വർഷം എത്രയായി? ഈ ശൂന്യത എങ്ങനെ മാറും? ഈ ഇരുളെന്നെ മാറാത്തെ? മറുപടി പറയാം. അതിൻ്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. പാരിന്റെ മീതെ, ശൂന്യതയുടെ മീതെ, ആഴത്തിന്റെ മീതെ, ഇരുളിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചാൽ ഇന്ന് പകൽക്കാലം അഴിയാത്ത മേഖലകളില്ല. ഓ പ്രൈസ് ദി ലോർഡ്. ചെറിയ കേസാന്ന് ധരിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. പാഴാക്കി, ശൂന്യമാക്കി, ആഴത്തിലായി, ഇരുളായി. നീ ഇവിടെ വന്നു വെച്ച് 17 ദിവസമായിട്ട് ആടലിക്കുന്നതിൻ്റെ കൂട്ട് പിടിപ്പിക്കണമേ, സഹായിക്കണമേ, സൗഖ്യമാക്കണമേ മേമേ നലിച്ചിട്ട് കാര്യമില്ല. എന്നെ തെറ്റിദ്ധരിക്കല്ല. 17 ദിവസമായിട്ട് ഇവിടെ കൊണ്ട് വെച്ചോണ്ടിരിക്കുക. കാരണം ആടാണല്ലോ. ഹലോ, അലച്ചു, എനിക്കിതിനൊന്നുമില്ല. പക്ഷേ എഴയുന്നവൻ ഉള്ള ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട്, ഒന്ന് ശ്രദ്ധിച്ചേ, മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം പറഞ്ഞു നീ വാഴണം. അവൻ എഴയട്ടെ, പക്ഷെ നീ വാഴണം. നിന്നെ വിളിച്ചത് വാഴാനാ, നിന്നെ വിളിച്ച് എഴയാനല്ല. ഇന്ന് പകൽക്കാലം നീ സഭയ്ക്കകത്ത് വാഴണം, കുടുംബത്തിൽ വാഴണം. ഓ, വിശ്വസിക്കുന്നവർ ദൈവത്തെ ഇന്ന് ശക്തിയോടെ ആരാധിക്കട്ടെ. സ്വർഗം നിന്നെ വിളിച്ചത് വാഴാനാ. ഓ രബല ബല പരമന പരദരദരാജകരഗദര വൈഡകരിബല വരൗഷ. ഹല്ലേലൂയ. ഓ ശ്രദ്ധിച്ചേ, വാഴുന്നവൻ എന്തോ ചെയ്യണം? ഇരുട്ട് മാറട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ, വെള്ളം ഒരു ഭാഗത്തേക്ക് മാറട്ടെ, ഭൂമി കാണായി വരട്ടെ. ഇതെല്ലാം കൽപ്പനയാണ്. വാഴുന്നവനെ കൽപ്പിക്കാനൊക്കത്തുള്ളൂ. എഴയുന്നവൻ പൊടി നക്കും,
വാഴുന്നവൻ പണിയും, വാഴുന്നവൻ പണിയും. വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കട്ടെ. വാഴുന്നവൻ സഭയിൽ പണിയും. ഓ ചുടൻ കമനരബലബലബലബശ്. യെസ് യെസ് ഉടബ രബല രമന രഗദ രൗഡ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചുടബൽ കമനബലബലബദ രദന രഗദ രൗഡ രബശന്ദരാദ രൗഡ രബശ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഇരിക്കുന്നതിന് മുമ്പ് പറഞ്ഞേ. എഴയുന്നവൻ പൊടി നക്കും. പറയെല്ലാരും. എഴയുന്നവൻ, വാഴുന്നവൻ പണിയും. ഞാൻ പണിയുമെന്ന് പറഞ്ഞേ. എന്റെ ശുശ്രൂഷ ഞാൻ പണിയും, എന്റെ സഭ ഞാൻ പണിയും, എന്റെ കുടുംബം ഞാൻ പണിയും, എന്റെ ബിസിനസ് ഞാൻ പണിയും. എന്നെ ആക്കിയേക്കുന്ന പണിയാനാ. ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ അധികാരം പകരുകയാ, ഒരു പുത്തൻ നിയോഗം പകരുകയാ. നീ വന്നതുപോലെയല്ല, ഇന്ന് ആത്മാവിന്റെ അതോറിറ്റി. ഓ റബാലബാരക ശബ്ദരാദ റൗഡാരമനക ശൈഡരേദര റിഖല ബാബാ ബാബാ ബാബാ. യെസ് 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 യെസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും കൽപ്പിച്ചു. വെളിച്ചമുണ്ടാകട്ടെ, വെള്ളം ഒരു ഭാഗത്തേക്ക് മാറട്ടെ, ഭൂമി കാണായി വരട്ടെ. ഇതൊക്കെ പറഞ്ഞു. തമ്പുരാൻ കൊണ്ടുവന്ന് കുറേ പയറിൻ്റെ വിത്തും പാവയ്ക്കായുടെ വിത്തും തേക്കിൻ്റെ വിത്തും അൽപ്പീസിയുടെ വിത്തുകളുടെ വിതച്ചോ? ഇല്ല. പൊങ്ങി വന്നപ്പോൾ എല്ലാം മുളച്ചു വന്നു. പിശാച് പറഞ്ഞ ആയുസി മുളയ്ക്കത്തില്ലെന്ന, ഇനി ആയുസി മുളയ്ക്കത്തില്ലെന്ന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉയർന്നു വന്നാൽ മുളച്ചു വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ നിന്റെ കൂടാരത്തിൽ പുതിയ ചിലത് മുളച്ചു വരുമെന്ന് ആത്മാവ് പ്രവചിക്കുകയോ? ഓ വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ഇനി ഒരിക്കലും ഉയരത്തിലൊന്ന് ബാധിച്ച പൈശാചിക മേഖലകളിൽ ഓ പാസ്റ്റർ പിശാച് പറയുന്നതേ, ഓ ഇനി ഒരു ഗതി ഉണ്ടാകാൻ പോകുന്നില്ല, ഇനി ഉയരത്തില്ല, പോയി സംഗതി തീർന്നു, ഇനി പൊങ്ങി വരത്തില്ല, ഇനി ഒരു നന്മയും ഇനി ഒരു പുതിയതും. പക്ഷേ അവൻ നോക്കി നിൽക്കുമ്പോൾ അതതുതര സസ്യങ്ങളും അതതുതരം വൃക്ഷങ്ങളും മുളച്ചു വന്നെങ്കിൽ മുളയ്ക്കത്തില്ലെന്ന് വാദിച്ചെടുത്ത് ഹോ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിനകത്ത് ചില നന്മകൾ, നിന്റെ തലമുറയിൽ ചില നന്മകൾ ഈ പകൽ മുളച്ചു വരികയോ? ജീസസ്. നിന്നെ പകച്ചവൻ കണ്ട് ലജ്ജിക്കേണ്ടതിന് കുറിച്ചിട്ടോ നിന്നെ പകച്ചവൻ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ചില അടയാളങ്ങൾ ദൈവം നിന്റെ കൂടാരത്തിൽ മുളപ്പിക്കുമെന്ന് ഇന്ന് മുതൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരം ചേർത്തടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഓ റബലബലബലബശ്. അതുകൊണ്ടാണ് ഇയ്യോബ് പറഞ്ഞത്, ഒരു മരം അങ്ങ് മുറിച്ചിട്ട് കളഞ്ഞു, ഭൂമിയുടെ മേളിന് ഒന്നുമില്ല, പക്ഷെ ഭൂമിക്കടി ശകലം കുറ്റിയും പേരും ഉണ്ട്. ഒരു കുറ്റി ശേഷിച്ചാൽ എന്നെങ്കിലും ഒരു വെള്ളത്തിൻ്റെ ഗന്ധം
അടിച്ചാൽ അത് വീണ്ടും പറ. ഇന്ന് പകൽ ആത്മാവ് പ്രവചിക്കുന്നു, നിന്നിൽ നിന്റെ കൂടാരത്തിൽ ചെറുത് മുളച്ചു വരാൻ പോകുകയോ. ഓ, വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന പുതിയ ജനത. ഓ രാബാബാബാ. വിശ്വാസത്തോടെ പറഞ്ഞേ, ആ വഴി തുറക്കും, ആ വിടുതൽ നടക്കും, ആ പ്രതികൂലം മാറും, ആ ബന്ധനം അഴിയും. എന്റെ കൂടാരത്തിൽ ചില നന്മകൾ മുളയ്ക്കും, എന്റെ തലമുറയിൽ ചില നന്മകൾ മുളയ്ക്കും. നീ ഇന്ന് പ്രഖ്യാപിക്ക്, ചിലതൊക്കെ വഴി മാറട്ടെ, നിന്റെ വാക്കിനാൽ ചില വഴി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയുടെ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷകൾ പിസ്കായുടെ കൊടുമുടിയിൽ സമാപിച്ചപ്പോ യോശുവയുടെ മിനിസ്ട്രി ആരംഭിച്ചു. യോശുവയുടെ മിനിസ്ട്രി വാഗ്ദത്തങ്ങളെ പിടിച്ചെടുക്കുക, അല്ല വാഗ്ദത്തം കേട്ടോണ്ട് പോകല്ല. നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ ഈ ദേശം കൈവശമായി തരും. അത് വാഗ്ദത്തം കേൾക്കുക. അത് കേട്ടിപ്പോ 17 ദിവസമായിട്ടും കേട്ടൊരു പരുവത്തിയിരിക്കുക. യോശു പറഞ്ഞു, ഞാനത് പിടിച്ചെടുക്കും. എന്റെ പിതാക്കന്മാര് കേട്ടു, ഞാൻ പിടിച്ചെടുക്കും. ഇന്ന് പകൽ അപ്പോളേ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രതികൂലം പറഞ്ഞു, എടാ യോർദാൻ കടന്നിട്ട് വേണ്ടേ പിടിക്കാൻ, എരികോ കോട്ട തകർന്നിട്ട് വേണ്ടേ പിടിക്കാൻ. ഹലോ, വാഗ്ദത്തം നീ പിടിക്കുമെന്ന് പറഞ്ഞു മുൻപി മൊത്തം തടസ്സമാ മോനെ. കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ, ഉയരെ നിൽക്കുന്ന എരിഹോ. പ്രൈസ് ദി ലോർഡ്. പിന്നെ നീ നേരിടാൻ പോകുന്നത് പിസിച്ചെറിയാനെ പോലെ 5 അടി 5 ഇഞ്ചുള്ള പുള്ളിയൊന്നുമല്ല, 9.5 അടി പൊക്കമുള്ള. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? അവൻ കിടക്കുന്ന കട്ടിലിന് 9 അടി നീളം ഉണ്ടായിരുന്ന. ഹല്ലേലൂയ. അമാലിയക്കരുടെ ഒക്കെ വലിപ്പം ഭയങ്കര കേട്ടോ. യോശുവ പറഞ്ഞു, അവനവിടെ നിൽക്കട്ടെ, പർവ്വതം ഇവിടെ നിൽക്കട്ടെ. ഞാൻ ഒന്ന് ആരാധിച്ചാൽ എരിഹോ പിന്നില്ല. ഓ, പ്രൈസ് ദി ലോർഡ്. ഈ മോശയ്ക്ക് വേണ്ടി എപ്പോഴൊക്കെ ആവശ്യപ്പെട്ടു അപ്പോഴെല്ലാം കൂടാരവാതിക്കൽ തേജസ്സിൽ ആരിറങ്ങി വന്നു? ആരിറങ്ങി വന്നു? ദൈവം ഇറങ്ങി വന്നു. പക്ഷെ യോശുവയ്ക്ക് വേണ്ടി അങ്ങനല്ല വന്നേ. യോശുവയ്ക്ക് വേണ്ടി കൈ വാളും പിടിച്ചുകൊണ്ട് സൈന്യങ്ങളുടെ നായകനായിട്ട് വന്നു. നീ വാഗ്ദത്തം പിടിക്കാൻ ഇറങ്ങിയതാണെങ്കിൽ യുദ്ധം ചെയ്യാൻ മുൻപ് ദൈവമുണ്ട്. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. നീ ഇന്ന് പിടിച്ചെടുക്കാൻ തയ്യാറാണെങ്കിൽ യെസ് യെസ് യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, തീരുമാനം ശുശ്രൂഷയെ മാറിയപ്പോൾ നേരിട്ട് വന്ന ദൈവം വാളും പിടിച്ചുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായിട്ട് വന്നു. സ്തോത്രം. യോർദാൻ അവനെ കണ്ടപ്പോൾ ഓടിപ്പോയെന്ന പാട്ടുകാരൻ എഴുതിയേക്കുന്നത്. യോർദാനെ നീ പിൻവാങ്ങി ഓടുന്നത് എന്ത്? ഹലോ, യോർദാൻ നാക്കൊണ്ടേ പറയും. വാഗ്ദത്തം പിടിക്കാൻ വരുന്നവനെ കണ്ടാൽ ആരാ ഓടാത്ത? ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ പിടിച്ചെടുക്കാൻ ഈ 17ാമത്തെ പകൽ നിന്നോടുള്ള, നിന്റെ കുടുംബത്തോടുള്ള, നിന്റെ മിനിസ്ട്രിയോടുള്ള വാഗ്ദത്തങ്ങളെ പിടിച്ചെടുക്കാൻ
ഹോ, ഹല്ലേലൂയ. നിങ്ങളിത് മുഴുവൻ റിസീവ് ചെയ്യണം. ഈ ദൂത് മുഴുവൻ റിസീവ് ചെയ്യണം. നീ പറഞ്ഞ ഞാൻ പിടിച്ചെടുക്കും. ഇതെല്ലാം കുറെ ജാതീയ ശക്തികൾ കൈവശപ്പെടുത്തി വെച്ചേക്കുക. അബ്രഹാമിന് കിട്ടിയ വാഗ്ദത്തങ്ങളെല്ലാം തലമുറ അനുഭവിക്കേണ്ട സമയത്ത് തലമുറ അനുഭവിക്കാൻ കഴിയാതെ ചില ദുഷ്ടശക്തികൾ പിടിച്ചു വെച്ചേക്കുക. യോശുവ പറഞ്ഞു, എൻ്റെ അഭിഷേകം പ്രസംഗിച്ച് തീർക്കാനുള്ളതല്ല, പാടി തീർക്കാനുള്ളതല്ല, പിടിച്ചെടുക്കാനുള്ളതാണ്. ഇന്ന് വിശ്വസിക്കുന്നവർ പിടിച്ചെടുക്കണം. നിന്റെ നന്മയ്ക്കെതിരെ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ മേൽ ഇന്നുമേൽ അധികാരത്തിന്റെ അഭിഷേകത്തിൽ നിങ്ങളുടെ പോരുകളെ ജയിച്ച ഓ റബ രമ നദ രജ രഗ രമ നബ ലബ രബ ദര ദര ഓ അർത്ഥജാല വൈഡവേദ രൗഡജാല ധൂടകൽക്ക രാജരാജ ദീപമാല വക്ഷവേദ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്വർഗം അവനെ ചിറകു വെട്ടിയപ്പോൾ അവൻ എഴഞ്ഞവൻ നുഴഞ്ഞു കയറി നമ്മുടെ കയ്യിരുന്ന ഭൂമിയെല്ലാം അവൻ്റെ കയ്യിലാണ്. എന്നിട്ട് യേശു വന്നപ്പോൾ അവൻ പറയാണ്, ഇതെല്ലാം എൻ്റേതാണ്, നീ എന്നെ ഒന്ന് ആരാധിച്ചാക്കേമേ, ഇതെല്ലാം അവിടെ നിനക്ക് അങ്ങ് തരാം. സ്തോത്രം. അപ്പോൾ യേശുവിന് മനസ്സിലായി ചിറക് വെട്ടിയിട്ട് ഇവൻ ഒതുങ്ങിയിട്ടില്ല, അതുകൊണ്ട് അവൻ്റെ തല അങ്ങ് തകർത്തു. ഹലോ, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് പകൽക്കാലം തല തകർത്തു. കാൽവറിയിൽ അവന്റെ തലയെ തകർത്ത് ദൈവം ജയോത്സവമാടി. ഓ എന്നിട്ടും പാസ്റ്ററെ അവന് ചിറകു വരിഞ്ഞു, കാൽവറിൽ അവന്റെ തലയും തകർത്ത്, എന്നിട്ടും അവൻ പ്രശ്നം ഉണ്ടാക്കുന്നു. അതിനുള്ള മാർഗമാണ് ഈ 17 ദിവസം വേഗത്തിൽ നിന്റെ കാൽ കീഴെ നീ അവനെ ചതയ്ക്കണം. ചതയ്ക്കണം. ഈ ആരാധന ചതയണം. എഴഞ്ഞ് വാലി കൊണ്ട് അഭ്യാസം കാണിക്കുന്ന അവന്റെ പോരിനെ നീ വേഗത്തിൽ കാൽ കീഴെ ചതച്ചു കളയാൻ. ഓ അപ്പോ കൊർന്നല്യോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒന്ന് ദൈവത്തെ ഭയപ്പെടുന്നവൻ. ഈ ക്രൂശി കിടന്ന കള്ളന് ആദ്യം ഉണ്ടായ മാനസാന്തരം എന്തുവാ? ആദ്യം ഉണ്ടായ മാനസാന്തരം, അവൻ കൂടെ കിടക്കുന്നു ദുഷിച്ചോ പറഞ്ഞേടാ, ഇത്രയൊക്കെ ആയില്ലേടാ, എടാ ഇനിയെങ്കിലും ദൈവത്തെ ഭയപ്പെടടാ, അങ്ങനല്ലേ പറഞ്ഞേ. മറ്റൊന്ന് ദുഷിച്ചു പറഞ്ഞോ പറയാണ്, ഇത് എടാ ഇനി ഇതിൽ കൂടുതൽ ക്രൂശെ കയറി കഴിഞ്ഞു, ചെയ്തതിൻ്റെ മൊത്തം ശിക്ഷ ക്രൂശെ തുറങ്ങുക. ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് ചെറുക്കൻ ഐസുവി കിടന്നാൽ പോലും ദൈവഭയം. പ്രൈസ് ദി ലോർഡ്. ഇത് പറയാം, നമ്മൾ ചെയ്തു കൂട്ടാവുന്ന എല്ലാം ചെയ്തു, ലഭിക്കാവുന്ന മാക്സിമം ശിക്ഷ നമുക്ക് കിട്ടി. അത് പുള്ളി തന്നെ പറയണം, നമുക്ക് ന്യായമായ ശിക്ഷയാണ്. സാധാരണ പ്രതിയുടെ വാദിയായി നിൽക്കുന്ന ആളെ പറഞ്ഞ ശിക്ഷ കുറഞ്ഞു പോയി കൂടിപ്പോയെന്നൊക്കെ. ഇത് ശിക്ഷ അനുഭവിക്കുന്നവന് തന്നെ പറയുകയാണ്, ന്യായമായ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവന് കുറ്റബോധം ഉണ്ടായി, അതിനു മുമ്പേ ദൈവഭയം ഉണ്ടായി. സ്തോത്രം. മൂന്നാമത് അവന് കൂടെ കിടക്കുന്നവനെ കുറ്റം ചെയ്യാത്തവനാണെന്ന് മനസ്സിലായി. അതൊക്കെ ഒരു ഭയങ്കര വെളിപ്പാടാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ പറയണടാ, നമ്മൾ ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷയെ അനുഭവിക്കുന്നത്, ന്യായമായ ശിക്ഷ. ഇവൻ അരുതാത്ത ഒന്നും അതെപ്പോൾ കിട്ടിയ വെളിപ്പാടാന്ന് ഞാൻ ഓർക്കുന്നു. ഈ 3.5 വർഷം ഒരു ശുശ്രൂഷ ഇപ്പം കണ്ടിട്ടില്ല. ഇപ്പം പാക്ക് പറിക്കാൻ പോന്നോ, തേങ്ങ പിരിക്കാൻ പോന്നോ, മെസ്സേജ് കേൾക്കാൻ പോന്നോ. ഹലോ, പാക്കും തേങ്ങയൊന്നും അവിടെ ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞ. പ്രൈസ് ദി ലോർഡ്. ഇവൻ പാപം ചെയ്യാൻ പോന്നോ, ദൂത് കേൾക്കാൻ പോന്നോ, ഇവൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ 3.5 വർഷം കൂടെ നടന്ന പത്രോസ് ഇല്ലാത്ത വെളിപ്പാട് ഇവനുണ്ട്. പത്രോസ് പറഞ്ഞു, യേശു ഞാൻ അങ്ങനെ ഒരു പേര് പോലും ഞാൻ അവനെ അറിയത്തില്ല. ആര് പറയുക? ഒരിക്കലും കാണാത്ത ഇവൻ പറയുകയാണ്, ഇവനൊരു തെറ്റും അല്ലേ പറഞ്ഞ്. ഹല്ലേലൂയ. കർത്താവിന് മനസ്സിലായി, കൂടെ നടന്നവൻ അറിയത്തില്ലെങ്കിലും ഇവൻ എന്നെ അറിയാമല്ലോ. ഓ ഹല്ലേലൂയ.
ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, അത് കഴിഞ്ഞുള്ള അവൻ്റെ വാക്ക് അവന് മനസ്സിലായി, ഈ റോമൻ ഗവൺമെൻറ്റിൻ്റെ ശിക്ഷ എൻ്റെ ജീവൻ എടുക്കാൻ കഴിയും, എൻ്റെ ദേഹത്തെ കൊല്ലും, എൻ്റെ ദേഹിയെയും ആത്മാവിനെയും കൊല്ലാൻ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയത്തില്ല. പക്ഷെ ഈ കിടക്കുന്നവൻ ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളാൻ കഴിവുള്ളവനാണ്. ഓ എൻ്റെ പാസ്റ്ററെ, എന്തോ വെളിപ്പാടാ, അവൻ്റെ എന്തോ വെളിപ്പാടാ. ഒറ്റ മെസ്സേജ് കേൾക്കാൻ അവൻ പറയാണ്, ഞാനിപ്പം മരിക്കുക, പക്ഷെ എൻ്റെ ആത്മാവ് മരിക്കുന്നില്ല. നീ ആത്മാവിനെ സൂക്ഷിക്കുന്നവനാ, അതുകൊണ്ട് ഞാൻ മരിച്ചാലും എന്നെ നീ അന്നൊന്ന്. ഓ ഹല്ലേലൂയ. കർത്താവ് ഇവനെ രക്ഷിച്ചില്ലേ പിന്നെ ആരെയാ രക്ഷിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ ഒത്തിരി കാര്യം ചെയ്തില്ലെങ്കിൽ യേശു ആരാന്ന് ഒന്ന് അറിഞ്ഞ് ആരാധിച്ചാൽ ഈ പകൽക്കാലം അഴിയാത്തൊരു പോരുമില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ഈ പകൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. പക്ഷെ ദൈവത്തെ മാത്രമേ ഭയപ്പെടാവൂ. ആവശ്യമില്ലാത്ത എല്ലാത്തിനെയും കയറി ഭയപ്പെടരുത്. ഏറ്റവും കൂടുതൽ ഉപവാസി കേൾക്കുന്ന പ്രസംഗമാണ് ഏലിയാവ്, അല്ലേ? നമ്മൾ ഒരുമാതിരിപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ ഏലിയാവ് ഉണ്ടെന്ന് ഉറപ്പാണ്. പ്രസംഗിക്കാൻ കൊള്ളാവുന്നൊരു നല്ല മനുഷ്യനാണ്, ഒരു ചരിത്ര പുരുഷനാണ്. എനിക്ക് ആ മനുഷ്യനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ ഈ മുട്ടിനിടയിൽ തല വെച്ചിട്ടാണ് എന്നെപ്പോലെ കുടവരുള്ളതിനെ കൊണ്ട് ഒക്കത്തില്ല. ഓക്കെ പാസ്റ്റേ, ഇതൊക്കെ ഒന്ന് ഒതുങ്ങി വരാൻ നമുക്ക് പാടാം. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്, പക്ഷെ ഒതുങ്ങുന്നില്ല. ഫ്രീസലോ എന്നെക്കാട്ടി കൂടുതൽ ഞങ്ങളുടെ അമ്മാമ്മ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ കുറയുന്നില്ല. അതല്ലേ പറഞ്ഞ്. പക്ഷെ ഈ മനുഷ്യൻ മുട്ടിനിടെ വരെ അപ്പം വില്ല് പോലെ, റാ പോലെ, ഇസട്ട് പോലെ വളയാൻ കഴിയുന്ന ശരീരഘടനയാണ്. ആ മനുഷ്യന് പേടിയില്ല. രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിന് മോദി പറയൂ, ഞാൻ പറയാതെ. അന്നേരം രാജാവാരാ? രാജാവിൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ പറയാമെന്ന് പറയുമ്പോൾ രാജാവാരാ? മഞ്ഞും. അപ്പൊ രാജാവിനെയോ നിയമത്തെയോ പുള്ളിക്കെന്തില്ല? പേടിയില്ല. പ്രൈസലോ. ആകാശ പൂട്ടി താക്കോൽ ആരുടെയില്ല. 3.5 വർഷം കഴിഞ്ഞ് ദൈവം പറയാണ്, അവൻ്റെയും താക്കോല് കിട്ടിയാൽ എനിക്ക് മഴ പെയ്യിക്കാനൊക്കത്തു. ഏലിയാവ് വന്നാലേ മഴ പെയ്യിക്കാൻ, കാരണം താക്കോൽ ആരുടെയില്ല. നിന്നെ ഒരിക്കൽ ഏൽപ്പിച്ചാൽ പിന്നെ പിടിച്ചു പറിക്കത്തൊന്നുമില്ല. ഒരിക്കൽ ഏൽപ്പിച്ചാൽ ഹല്ലേലൂയ. ഈ 17ാമത്തെ പകൽ നീ ചോദിച്ചു മേടിച്ചോണം. പുള്ളി ആ താക്കോൽ തിരിച്ചു കൊടുത്തപ്പോൾ മഴ അന്നേരം പെയ്തു. പുള്ളി പ്രാർത്ഥിച്ചപ്പോൾ യാഗപീഠത്തിൽ എന്തിറങ്ങി? തീ ഇറങ്ങി. ആ പുള്ളിക്കാരൻ വാളുകൊണ്ട് ഈ ബാലിൻ്റെ അസരുടെ മൊത്തം പ്രവാചകന്മാരുടെ കരുത്ത് വെട്ടി. അപ്പോൾ പുള്ളി ശക്തനായ ഒരു വീരനായ യോദ്ധാവാ. എപ്പോഴും മുട്ടുമടക്കി കരഞ്ഞുകൊണ്ട് കിടക്കുക മാത്രമല്ല, അത്യാവശ്യമാണ് കൈകാര്യം ചെയ്യാൻ അറിയാം. മൊത്തം എണ്ണത്തിനെയും കേരിത്തോട്ടി കൊണ്ട് എന്ത് ചെയ്തു? കീശോൻ തോട്ടി കൊണ്ട് എന്ത് ചെയ്തു? വെട്ടി അരിഞ്ഞു. സ്തോത്രം. ഈ ആഗാബിൻ്റെ രഥത്തെ കെട്ടുന്നത് ഈജിപ്ഷ്യൻ പെൺകുതിരകളെയാണ്, മിസ്രൈമ്യ പെൺകുതിരകൾ. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹോഴ്സ് പവർ മിസ്രൈമ്യ കുതിരകൾക്കാണ്. അതിൽ മിസ്രൈമ്യ പെൺകുതിരകൾക്ക് ഭയങ്കര സ്പീഡാണ്. കൊടുങ്കാറ്റിൻ്റെ വേഗതയാണ് പറഞ്ഞത്. ചീറ്റപ്പുലി പോകുന്ന പോലെ പോകുന്ന പറഞ്ഞത്. അതിൻ്റെ മിന്നൽ ഓടണമെങ്കിൽ പുള്ളി എന്നെ ഓട്ടക്കാരനാണ്. ഹലോ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ പുള്ളി പ്രാർത്ഥനാ മനുഷ്യൻ മാത്രമല്ല, അത്യാവശ്യം വന്ന കുതിരയുടെ രഥത്തിന് മുമ്പിൽ എന്ത് ചെയ്യും? ഇത്രയൊക്കെ ചെയ്യുന്നവൻ. ഇന്നല്ലെങ്കിൽ നാളെ ഏതോ പട്ടി കടിച്ചു പറിച്ച് തിന്നാളൊരു പെണ്ണുമ്പിള്ള പറഞ്ഞ വാക്ക് കേട്ട് പേടിച്ചു പോയി. ഞാൻ പറഞ്ഞ പദം ഭാഷായോഗ്യമല്ല, ക്ഷമിച്ചേക്കണം. ഞങ്ങളുടെ റാന്നിയിലൊക്കെ പട്ടി എന്നാണ് വിളിക്കുന്നത്. ഇവിടെ കോട്ടയത്ത് നായ എന്നൊക്കെ പറയും, കാരണം ഇത് സംസ്കാര നഗരമാണല്ലോ. അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഭാഷ ഞാൻ പറഞ്ഞ ഏതോ മനുഷ്യൻ്റെ പട്ടി കടിച്ചു പറിച്ച് തിന്നാളൊരു പെണ്ണുമ്പിള്ള. ദുരാത്മാവ് ബാധിച്ച ആഭിചാര ശക്തിയുള്ളൊരു പെണ്ണുമ്പിള്ള നാളെ ഈ നേരത്ത് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് കേട്ട് പുള്ളി അസിസ്റ്റന്റ് പാസ്റ്ററെ വിളിച്ചോണ്ട് ഒറ്റപ്പോക്ക്. സ്വോത്രം. അസിസ്റ്റന്റ് പാസ്റ്ററെ കൂട്ടിക്കൊണ്ട് പോയി അവനെ കൊണ്ടുകൊണ്ട് താമസിപ്പിച്ചു പറഞ്ഞു, നീ ഇവിടെ താമസിച്ചോ, ഞാൻ പോവാന്ന് പറഞ്ഞു. ഒറ്റപ്പോക്ക്. ചാകാൻ പോവാന്ന് പറഞ്ഞില്ല,
ഈ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അസിസ്റ്റൻ്റ് ഓർത്ത് പ്രാർത്ഥിക്കാൻ, എന്നിട്ട് പുള്ളി പോയി ചൂടച്ചോട് ചേരി കിടക്കാൻ ആത്മഹത്യ ചെയ്യണം. നോക്കി അവിടെ വാക്കിൻ്റെ പിൻപിലെ വ്യാപാരം കണ്ടോ? ദൈവദാസന് പോലും സൂയിസൈഡ് സിംറ്റം കയറ്റുന്ന, എൻ്റെ കൂടെ ആണോ? ബന്ധിക്കോസുകാരൻ്റെ ഉള്ളിൽ പോലും വന്നേക്കല്ലേ. ഓ, കടം മാറിക്കോളും, ജപ്തി ഒഴിഞ്ഞോളും, പോയ ഭാര്യ തിരിച്ചു വന്നോളും, കൊച്ചുങ്ങളെ നന്മ കൊണ്ട് നിറച്ചോളും. നീ ഉടനെ റെയിൽവേ പാളം അന്വേഷിക്കല്ലേ, ഒരു മുട കയർ അന്വേഷിക്കല്ലേ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. പക്ഷെ ഇത്ര അമാനുഷിക ദൈവകൃപയുള്ളോന്ന് ഇപ്പോൾ പറയാണ്, എനിക്ക് ചത്താൽ മതി, ഞാൻ എല്ലാവരെക്കാളും അത്ര വിശേഷമുള്ളൊന്നും അല്ല, എനിക്ക് ചാകണം. പുള്ളി നാക്കെടുത്ത ഇപ്പം എന്താ പറയുന്നത്? രാവിലെ എണ്ണീക്കൾ പറഞ്ഞു, നേരം വെളുത്തു. നേരം വെളുത്തത് ഈ പുള്ളിക്ക് എന്തോ ഭയങ്കര പ്രയാസമായിട്ടാണ്. നേരം ഇന്ന് രാവിലെ പറഞ്ഞവരുണ്ടല്ലോ, പ്രൈസലോ, വല്ല വിധേനയും പിള്ളേരെ ഒന്നും വിഷമിപ്പിക്കാതെ അങ്ങ് പോകണം. പുള്ളി പോകാനായിട്ട് രാവിലെ എഴുന്നേക്കുന്നത്. പ്രൈസലോ, പ്രൈസലോ. ഇതെല്ലാം നിരാശയുടെ വാക്കാ. ഇസബേല് പറയിപ്പിക്കുന്ന. അവൾ ഇവനോട് പറയണം, നാളെ ഈ നേരത്ത് നിന്റെ തല എൻ്റെ പ്രവാചകന്മാരിൽ ഒരാളുടെ തല പോലെ എടുത്തില്ലെങ്കിൽ എൻ്റെ ദേവന്മാരെ കൊണ്ട് സത്യം ചെയ്യുക. അപ്പോൾ ഇവൾ എന്നോത്തിലാണ് ഈ ചെയ്തേക്കുന്നത്, ദേവന്മാരെ പിടിച്ചോണ്ടാ. ഇദ്ദേഹത്തിന് പേടി വരാൻ കാരണം ഇവളൊരു ആഭിചാരം ചെയ്തു. നിങ്ങളാ വാക്യം വായിച്ചാൽ മതി. അവൾ അവിടെ ദേവന്മാരെ കൊണ്ട് സത്യം ചെയ്തെന്ന, ദേവനെ കൊണ്ടല്ല, ദേവന്മാരെ കൊണ്ട്. അന്യാരാധന ശക്തി അവൾ കൂട്ടുപിടിച്ചോണ്ടാണ് അഭിഷക്തനെ കൊല്ലുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പുള്ളി പോയി കിടക്കുക. സ്തോത്രം. ഈ പുള്ളിയുടെ ഡ്യൂട്ടി എന്തുവാ? ഈ പുള്ളി ഏലിശയെ അഭിഷേകം ചെയ്യണം, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് അഗ്നിമയത്തെ രഥത്തെ കയറി അത്യാവശ്യമായിട്ട് സ്വർഗത്തിൽ പോകണം. തിരിച്ചു വന്ന് മറുരൂപമലയിൽ വന്ന് ക്രൂശീകരണത്തെക്കുറിച്ചുള്ള അത്യാവശ്യം മെസ്സേജ് കർത്താവിന് കൊടുക്കണം. ഹലോ. അത് കഴിഞ്ഞ് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞ് ഒരു 3.5 വർഷം കഴിയുമ്പോൾ പുള്ളി തിരിച്ചിവിടെ വരണം. വന്നിട്ട് ഇവിടെ വെച്ച് മരിക്കണം. മരിച്ചു കിടക്കുന്ന ലൈവായിട്ട് എല്ലാവരും കാണണം. കണ്ടു കഴിഞ്ഞ് പുള്ളി എഴുന്നേറ്റ് തിരിച്ചു പോകണം. ദീർഘദൂരം യാത്ര കിടക്കുക. ഇപ്പോൾ പുള്ളി ഇപ്പോഴെ ചാകാൻ കിടക്കുക. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. ഹലോ. ദീർഘദൂര യാത്ര കിടക്കുക. നിനക്കിനിയും ദൂരയാത്ര ചെയ്യാനുണ്ട്, ദൂരയാത്ര ചെയ്യാനുണ്ട്. ഓ, വിശ്വസികൾ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. നിനക്കിനിയും ദൂരയാത്ര ചെയ്യാനുണ്ട്. ഓ ഓ, ജയം 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 ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പകൽ, ഈ 17ാമത്തെ പകലെ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം. ഇവന്റെ പരിപാടി അഗ്നിമയത്തെ കയറി പോകുമ്പോൾ ബോധപതായിട്ട് പോകുന്ന കൊണ്ട് തീരുന്നല്ല. അത് കഴിഞ്ഞ് 1000 വർഷം കഴിഞ്ഞ് ഒരു മറുമല എന്ത് ചെയ്യണം? ഇറങ്ങി വരണം. പെസഹായുടെ അന്ന് ഒരുക്കപ്പെടുന്ന മാളിമുറിക്കകത്ത് വെച്ച് പെസഹ കഴിച്ച് പുതിയ നിയമം ചെയ്യണം. ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമെന്ന് പറഞ്ഞ് ഇവരുടെ എല്ലാം കാല് കഴുകണം, കർത്തൃമേശ നടത്തണം, ഒലിവുമലയെ പാടിക്കൊണ്ട് പോകണം, സ്വോത്രഗാനം പാടിപ്പോണം. അവിടെ ചെന്നും വെച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തും. പക്ഷെ ഞാൻ ദൂതനെ അയക്കും, ദൂതൻ നിന്നെ ശക്തീകരിക്കും. പ്രൈസലോ. അത് കഴിഞ്ഞ് പിടിക്കപ്പെടും, കർണത്തടിക്കും, രോമം പിടിതുപറിക്കും, മുൾക്കിരീടം വെക്കും, ചാട്ടുപാറിനടിക്കും, ക്രൂശിക്കപ്പെടും. ആ കല്ലറയിൽ കൊണ്ട്, അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ കൊണ്ട് നീക്കോദീമോസും യോസഫ് കൂടെ നിന്നെ അടക്കും. അടക്കിയാലും 3-ാം പക്കം ഞാൻ നിന്നെ ഉയർത്തും. ഉയർത്തിക്കഴിഞ്ഞ 40 ദിവസം കഴിയുമ്പോൾ നീ സ്വർഗത്തിൽ കയറി വരണം എന്നെല്ലാമുള്ള സ്വർഗത്തിന്റെ മെസ്സഞ്ചർ കൊടുക്കാൻ വന്നേക്കാ പുള്ളി. ആ പറയണ്ടേ പുള്ളി ഇപ്പൊ പറയാം, എനിക്ക് ചത്താ മതി. എടാ, നിന്റെ ഭാവിയെ കുറിച്ച് എനിക്കൊരു പ്രത്യാശയുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്നും ഉറങ്ങിയൊന്നും നേരം വിളിക്കത്തില്ല. നീ ഇന്ന് പ്രത്യാശിക്കണം. എനിക്കൊരു ശുഭഭാവിയുണ്ട്. എന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവരെ മാത്രമേ ആരാധിക്കാവുള്ളൂ. നിന്നെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച് എന്റെ ദൈവത്തിന് ഇതുപോൽ പദ്ധതിയുണ്ട്.
ഇത്രയൊന്നും വലിയ ശുശ്രൂഷയൊന്നുമില്ലാത്ത ആളായിരുന്നു ഈ ഹാഗാർ. അവൾ പ്രാർത്ഥിച്ച് തീ ഇറക്കിയിട്ടില്ല, ആരെയും വെട്ടിയിട്ടുമില്ല, ഒന്നുമില്ല. മിസ്രൈമിൽ കിടന്ന ഒരു അടിമപ്പെൺ. മിസ്രൈമിൽ ഇറങ്ങിപ്പോയ അബ്രഹാമും സാറും തിരിച്ചു വന്നപ്പോൾ ഈ കൊച്ചിനെ കണ്ടപ്പം വീട്ടിൽ നിർത്താൻ കൊള്ളാമെന്ന് കണ്ടു. അടി ഒരു കൊച്ചെ നീ പോരുന്നെന്ന് ചോദിച്ചു. അവൾ ആരെയും പിടിച്ചാൽ പോകാൻ നിൽക്കുക. ആ കുടിഞ്ഞ് പോന്നു. വന്ന് വീട്ടിൽ വന്നുകൊണ്ട് ഈ സാറയുടെ ഒരു വിഷമം, എനിക്കും ആ പിള്ളേർ ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ കൊച്ചിൻ്റെ അടുക്കൽ ആ മനുഷ്യൻ ചെന്ന ഒരു കൊച്ചുണ്ടാകുവാണെങ്കിൽ എനിക്ക് വളർത്താം എന്നുള്ള ആഗ്രഹം അവൾക്കുണ്ടായതല്ല, സാറയ്ക്കുണ്ടായതാണ്. അവൾ സ്വപ്നത്തിൽ പോലും അങ്ങോട്ട് കാര്യം ചിന്തിച്ചിട്ടില്ല. അവൾ ചിന്തിക്കാത്ത കാര്യം ഈ അമ്മാമ്മ പറഞ്ഞ് നിർബന്ധിച്ച് അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ച് ആർക്കാണ്ട് വേണ്ടി അവിടെ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്തു. അപ്പം വാടക ഗർഭപാത്രം ഒരു കൊച്ചുണ്ടായി. കൊച്ചാരുടെയാ? അബ്രഹാമിൻ്റെ. ആ പുള്ളിയുടെ സ്ഥലം കണ്ണെത്തത്തില്ല. കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറും തെക്കോട്ടും നോക്കിയാൽ മൊത്തം ഭൂമി ആരുടെയാ? പുള്ളിയുടെയാ. ആ പുള്ളിക്ക് പറഞ്ഞാൽ മതി, സാറായുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലെ പ്രയാസമുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, നീയും കൊച്ചും കൂടെ ആ പ്രാത്ത് നദിയുടെ തീരത്ത്, അല്ലേ വേണ്ട മഹാനദിയുടെ തീരത്ത് അവിടെ കാണുമ്പോൾ ഒരു ചെറിയ കുടിൽ വെച്ച് താമസിച്ചു. ഞാൻ ഈ 318 അഭ്യാസികൾ ആരെങ്കിലും കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് ആഹാരം കൊടുത്ത് വിട്ടേക്കാം. ചിലവ് ജീവനാംശം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് താമസിപ്പിക്കത്തില്ലേ? പക്ഷേ ഈ മനുഷ്യൻ ചെയ്തില്ല. അയാൾ ആ കൊച്ചിനെയും പിടിച്ചു കൊടുത്ത് കൊണ്ട് പോടിയെന്ന് പറഞ്ഞിട്ട് ഒരു തുരുത്തി വെള്ളവും 2 അടയും കൊടുത്ത് പൊക്കോളാമോ? അവൾ തീരുമാനിക്കുക, അയക്ക് വേണ്ട, പിന്നെ എനിക്കെന്തിനാ? ഈ കൊച്ചിനെ കാറ്റിലോട്ട് വലിച്ചെറിഞ്ഞ് അവളും കൂടെ ചാടിയാൽ പോരെ? ഇപ്പം മറ്റേ പുള്ളി ചൂരച്ചെടി കിടന്ന പോലെ ആണെങ്കിൽ ഈ പുള്ളി ഈ കൊച്ചിനെയും വലിച്ചെറിഞ്ഞ്, ഹലോ അയക്ക് വേണ്ട, പിന്നെ എനിക്കെന്തിനാ? നിങ്ങൾ മിണ്ടുന്നില്ല. അവിടെ അകത്ത് ആ സിംഹം കയറിയോ? കയറിയില്ല. അവൾ മാക്സിമം നടന്ന് മരുഭൂമിയിലെത്തിയപ്പോഴത്തേന് കൊടുത്ത വെള്ളവും തീർന്നു. മനുഷ്യൻ തരുന്നൊക്കെ ഒരു മരുഭൂമി കിടക്കാനില്ല. അതുകൊണ്ടാണ് പറഞ്ഞ മനുഷ്യൻ നീ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിലും ആശ്രയിക്കല്ല. അവൻ തന്ന ഒരു മരുഭൂമി കിടക്കത്തില്ല, അതിനുള്ളിൽ എല്ലാം തീരും. ഒരലലിയ പറഞ്ഞേര്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഇവിടെ പ്രാർത്ഥനയാ, എൻ്റെ കൊച്ചു മരിക്കുന്നത് എൻ്റെ കൺമുമ്പിൽ വെച്ചാകല്ലേ. കൊച്ചു മരിക്കാൻ പോവാണ്, മരിച്ചോട്ട്, പക്ഷേ ആ മരണം ഞാൻ കാണല്ല. അതിന് പുള്ളിക്കാരി എത്രയും കണ്ണടയ്ക്കാമോ അത്രയും മാക്സിമം എന്ത് ചെയ്തു? ഉറക്കം വന്നിട്ട് നിങ്ങൾ അടച്ച പോലല്ല. പ്രൈസ് ദി ലോർഡ്. ഈ കൊച്ചൻ്റെ മരണം കാണണ്ടെന്ന് പറഞ്ഞ് മാക്സിമം കണ്ണെന്ത് ചെയ്തു? അടച്ചു. ഇപ്പൊ കർത്താവിൻ്റെ പ്രശ്നം ഉറവ് തുറന്നിട്ടേക്കാണ്, ഇവിടെ എന്ത് ചെയ്യുന്നില്ല? കണ്ണ് തുറക്കുന്നില്ല. അപ്പൊ തമ്പുരാൻ നീ ഒന്ന് കണ്ണ് തുറക്ക് എന്ന് പറഞ്ഞില്ല. മരണം എനിക്ക് കാണണ്ട, എനിക്ക് മരിക്കണമെന്നല്ല, മരണം എനിക്ക്. കർത്താവ് എനിക്ക് ഒന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മുൻപിൽ എന്താ കിടക്കുക? അപ്പൊ ഇതിനകത്തൊരു മർമ്മം കൂടെ ഞാൻ പറയാം. തുറന്ന ഉറവ കാണാതിരിക്കാൻ ദുഷ്ടം കണ്ണടപ്പിച്ചേക്കുക. ദൈവത്താൽ തുറന്ന ചില ഉറവകൾ നിന്റെ കണ്ണിന് വെളിപ്പെടാതിരിക്കാൻ മറച്ചു വച്ചേക്കുന്ന ചില വ്യാപാരങ്ങളുടെ തിമിരങ്ങൾ ഇന്ന് പകൽ അടർന്നു വീണ പൗലോസിന്റെ കണ്ണിന്ന് ചെതുമ്പൽ അടർന്നത് പോലെ. ഹല്ലേലൂയ. ഇനി 2 കാര്യം പറയാം. അത് ഞാൻ ഈയിടെ പ്രസംഗിച്ചത് നിങ്ങളോട് ഇപ്പൊ പറയാം. ഓർത്ത് വന്നതുകൊണ്ട് കയറി വന്നതാ. ആഹാരം അതിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ സാറയോട് പോലും ദൈവം നേരിട്ടൊരു വാഗ്ദത്തം പറഞ്ഞില്ല. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ പറഞ്ഞു. ഇസ്രായേൽ പക്ഷേ സാറയോട് പ്രത്യേകിച്ച് വാഗ്ദത്തമൊന്നും. പക്ഷെ ഹാഗാറിനോട്, ഒരു സ്ത്രീയോട് ഉലകത്തിൽ വാഗ്ദത്തം ദൈവം ചെയ്തെങ്കിൽ അത് ഈ ഹാഗാറിനോടാണ്. അബ്രഹാമിനോട് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, പേര് മാറി, ഹാഗാറേ നിന്നെയും നിന്റെ സന്തതിയെയും ഞാനൊരു വലിയ ജാതിയാക്കും. നിന്റെ മകനിൽ നിന്ന് 12 പ്രഭുക്കന്മാർ എഴുന്നേൽക്കും. ഒരല്ലേ പറഞ്ഞേ, അബ്രഹാമിന് 12 ഗോത്രം എഴുന്നേൽക്കുമെങ്കിൽ ഹാഗാറിൽ നിന്ന് 12 പ്രഭുക്കന്മാർ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവനിൽ നിന്ന് രാജാക്കന്മാരെ ഞാൻ എഴുന്നേൽപ്പിക്കും. ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ രാജാക്കന്മാരില്ല, അവന്റെ അനത്തിൽ രാജാക്കന്മാരുണ്ട് കേട്ടോ. അവരൊക്കെ വിസ തരുന്നുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്നത്. ഒരല്ലേ പറഞ്ഞു, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അബ്രഹാം ദൈവത്തിന് പേരിട്ടു, ഇസ്ഹാക്ക് പേരിട്ടു, യാക്കോബ് പേരിട്ടു, മോശ പേരിട്ടു. പക്ഷേ സാറ ദൈവത്തെ വല്ല പേരും വിളിച്ചോ?
വിളിച്ചോ? ഇല്ല. റിബേക്ക വിളിച്ചോ? ഇല്ല. റാഗേൽ വിളിച്ചോ? ലേയ വിളിച്ചോ? ദൈവത്തെ പേര് വിളിച്ച ഒരു സഹോദരിയേ ഉള്ളൂ, അത് ഈ ഹാഗാറ. ഹാഗാർ പറയാണ്, എന്നെ കാണുന്നവൻ ഇവിടെയും എന്നെ കണ്ടല്ലോ. ഓ ഹല്ലേലൂയ! ഇന്ന് പകൽ ദൈവം നിന്നെ കാണുന്നുണ്ട്. ഞാൻ നിന്നെ കണ്ടില്ലെങ്കിൽ വിഷമിക്കണ്ട, ഷാജി പാസ് കണ്ടില്ലേ വിഷമിക്കണ്ട, ദൈവം നിന്നെ കാണുന്നുണ്ട്. നീ പറഞ്ഞേ, എന്നെ കാണുന്നവന്റെ കണ്ണുകൾ. ഒരു നല്ല അല്ലല്ലേ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിന്റെ ദുഃഖത്തിൽ ഏറ്റവും ആദ്യം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കേണ്ട ആരാ? ഹാഗാറ. പക്ഷെ അവളത് ചെയ്തോ? ഇല്ല. നീ ദൈവത്തിൽ ആശ്രയിക്കണം. ഈ മനുഷ്യൻ ഒന്ന്, ദൈവത്തെ ഭയപ്പെടുന്നവൻ. രണ്ട്, ദൈവത്തോട് ഭക്തിയുള്ളവൻ. ആരാധനയ്ക്ക് വരുന്നത് ഭക്തിയുള്ളവരായിരിക്കണം. ഭക്തിയുള്ള സ്ത്രീകൾ അവൾക്ക് വേണ്ടി പാട്ട് പാടിക്കൊണ്ടിരുന്നു. പത്രോസ് കയറി ചെന്നപ്പോൾ ഭക്തിയുള്ള സ്ത്രീകൾ അവൾ ചെയ്ത നല്ല കാര്യങ്ങളെ, അപ്പൊ അങ്ങനെയാണ് സഭയ്ക്കകത്ത് ആരുണ്ടായിരുന്നു? ഭക്തിയുള്ള സ്ത്രീകൾ. ഞങ്ങളൊക്കെ പണ്ട് സമുദായത്തിലായിരുന്നപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഭക്തരൊന്നും അല്ലായിരുന്നു. എങ്കിലും അവർ ശനിയാഴ്ച ഈ കച്ചമുറിയെല്ലാം വെയിലത്തിട്ട് ഒന്നുകൂടെ ഉണങ്ങിട്ട് ആ ഞൊറി വരേണ്ട ഭാവമൊക്കെ അതുപോലെ മടക്കിയിട്ട് തേപ്പ് വെട്ടി ചിരട്ടയിട്ടൊക്കെ തേപ്പ് എന്ന കാലമായതുകൊണ്ട് ഈ തലമണക്കീഴെ കൊണ്ട് ഇതെല്ലാം വെക്കും. ഇങ്ങനെ മണ്ട കീറി കിടക്കുമ്പോൾ ഇതങ്ങ് തേച്ച പോലെ ആകും. സ്തോത്രം. ശനിയാഴ്ച തന്നെ പോച്ചയെല്ലാം പറിക്കും പശുവിന്. അത്യാവശ്യം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞായറാഴ്ച ഉച്ചയ്ക്ക് വന്ന് കഴിക്കാനുള്ളത് വരെ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, അതുവരെ ഗ്യാസും ഇല്ലല്ലോ. ഹലോ, എല്ലാം ക്രമീകരിച്ച് രാത്രി പണിതെല്ലാം റെഡിയാക്കി. എന്നറിയാം, നാളെ ഞായറാഴ്ച ആരാധന ഉണ്ട്. ഇത് നമ്മളോട് രാവിലെ ഞായറാഴ്ച ഇന്ന് സഭായോഗത്തിന് പോകണ്ടേ? ഉടനെ പുള്ളി ഇന്നാണോ സഭായോഗം? സ്തോത്രം. പുസ്തകം എടുത്തോ? നീ കൊണ്ടുവന്നേരെ. പുസ്തകം ചുമക്കാൻ ഒരാൾ CIT ആണോ എന്ന് എന്നോട് ചോദിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. നിന്നെ ആരാണ്ട് ഉന്തിത്തള്ളി വേണ്ടേ മരത്തെ വിടാൻ? അവർക്കൊക്കെ ഭയങ്കര പക്വതയാണ്. അന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ ഉടുപ്പെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരെ കൈയുള്ളൂ, ചട്ട പോലൊരു ഉടുപ്പാണ്. ചട്ട പോലെ. അത് പള്ളിയിൽ നിന്ന് വന്നതുകൊണ്ട് നേരെ കഴിക്കാൻ കയറത്തില്ല, അത് ഊരി വെയിലത്തിടും. ഇത് പള്ളിയിൽ പോകാൻ വേണ്ടി മാത്രമുള്ള ഡ്രസ്സാണ്. അതായത് ലൂലു സെൻ്ററിൽ പോകുന്നതും ആരാനിക്ക് വരുന്നതല്ല ഒരു ഡ്രസ്സുമായിട്ടല്ല. അവിടെ പോയി ചാളയും മേടിച്ച് അതും കവറിനകത്ത് ഇട്ടിട്ട് ഇവിടെ വന്ന് ആരാധിച്ച് അങ്ങനെ പോകുന്ന പരിപാടിയില്ല. കൈയൊന്നും പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ആരാധനയ്ക്ക് പ്രത്യേക യൂണിഫോമാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ദൈവത്തെ ഭയവും ദൈവത്തെ ഭക്തിയും ഉണ്ടായിരുന്നു. നമുക്കിന്ന് പോലെ ഇതെല്ലാം തിരിച്ചു വരണം. നമ്മുടെ പോക്കറ്റിൽ ആ ദൈവം എന്നുള്ള ധാരണയൊക്കെ മാറ്റണം. ഇന്ന് പകൽ ഭക്തിയോടെ ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലും കൊർന്നലിയോസിനെ കുറിച്ച് ദൈവത്തിന്റെ സാക്ഷിയ. അവൻ ദൈവഭയമുള്ളവനും ദൈവഭക്തിയുള്ളവനും ദാനധർമ്മം ചെയ്യുന്നവനും എപ്പോഴും പ്രാർത്ഥിക്കുന്നവനും. പ്രൈസ് ദി ലോർഡ്. അവനൊരു 9 മണി നേരത്ത് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ സ്വർഗം അങ്ങ് തുറന്നു. ബന്ധിക്കോസുകാരനല്ല കേട്ടോ. ഹലോ, നിങ്ങളല്ലേ പറഞ്ഞില്ല? പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു. 7-ാം അധ്യായം വരെ എല്ലാം കേൾവിയായിരുന്നേ. 9 വരെയും കേൾവിയാ. 10 സഭയുടെ തലം മാറി. ഇപ്പൊ സഭ കാണാൻ തുടങ്ങുക. 17-ാമത്തെ പകൽ കാണാൻ തുടങ്ങുക. കേട്ടോണ്ടിരിക്കുന്ന പരിപാടി നിർത്തണം. ഹല്ലേലൂയ. കൊടിയ മുഴക്കം പോലെയുള്ള കാറ്റ് അവർ കേട്ടു. ഹലോ, പക്ഷേ 10 വന്നപ്പോൾ സംഗതി മാറി. ഒരുത്തൻ പ്രാർത്ഥനയ്ക്കിരിക്കുന്നു. ദൂതൻ ഇറങ്ങി വന്നത് സ്പഷ്ടമായി കണ്ടു. അല്ലാതെ ഈ പകുതി കണ്ണടച്ച് വെച്ചുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, ആ സമയത്ത് പലതും കാണും. അതൊന്നും വെളിപ്പാടല്ല, വെളിവുകേടാ. അതൊന്നും സഭയെ വന്ന് എഴുന്നള്ളിച്ചേക്കല്ലേ. കണ്ണടയ്ക്ക് വേണം, ശരിക്കും അടച്ചോണം. ഹലോ,
ഈ ചത്ത മീൻ്റെ കണ്ണുപോലെ പകുതി അടച്ചു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലതും കണ്ടെന്ന് വരും. അതൊന്നും വെളിപ്പാടൊന്നുമല്ല. ഒരു സ്വോത്രം പറഞ്ഞേ. അന്നേരം കാണുന്ന മുള നിൽക്കുന്നു, മുളയുടെ കീഴിൽ കൂടെ പാമ്പ് കയറുന്നു, മലയുടെ ചുറ്റും ആന വരുന്നു. അതൊക്കെ ഈ പകുതി കണ്ണടയ്ക്കുമ്പോഴാണ്. ഇത് സ്പഷ്ടമായി കണ്ടു. ദൈവമക്കളെ വെളിപ്പാട് കാണണം, കാണുന്നത് സ്പഷ്ടമായിരിക്കണം. പിച്ചുംപേയും ഒന്നും പറയല്ലേ, നല്ല ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വിക്കില്ല കേട്ടോ. അല്ലേ പത്രോസിനെ വിളിച്ച് പത്രോസേ കൊർന്നല്ലിയോസ് എന്ന് പറഞ്ഞേനെ, അങ്ങനൊന്നും പറഞ്ഞില്ല. കൊർന്നല്ലിയോസേ തോൽ കൊല്ലനായ എന്നൊന്നും പറഞ്ഞില്ല. എല്ലാം സ്ഫുടമല്ലേ, സ്പഷ്ടമല്ല. ആത്മാ പറയുന്നല്ല സ്പഷ്ടമാണ്. മോശയ്ക്ക് ഇച്ചിരി വിക്കുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിന് വിക്കില്ല. അല്ലേ പറയണം. അപ്പൊ സ്പഷ്ടമായി കണ്ടു. ഒരു ദൂതൻ നിൽക്കുന്നു. ദൂതൻ നേരെ വന്നിട്ട് ബ്രദറിന്റെ പേരെന്നാ എന്ന് ചോദിച്ചില്ല. കൊർന്നല്ലിയോസേ, നീ വേഗത്തിൽ യോപ്പയിൽ കടൽക്കരയിൽ തോൽക്കൊല്ലനായ ഷീമോന്റെ വീട്ടിൽ പത്രോസ് എന്ന മറുപേരുള്ള ഷീമോൻ. എന്തോ കൃത്യമായ വെളിപ്പാടാ. അവന്റെ പേരും അറിയാം, മറുപേരും. നമ്മുടെ ഒന്നും മറുപേര് പറയാൻ കൊള്ളത്തില്ല, പക്ഷെ ഇവന്റെ മറുപേര് പറയാൻ കൊള്ളാം. പത്രോസ് എന്ന മറുപേരുള്ള ഷീമോൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മൊബൈല് വായിച്ചുകൊണ്ടിരിക്കുന്നല്ലേ പറഞ്ഞേ, പ്രാർത്ഥിച്ചോണ്ട്. എല്ലാരും എൻ്റെ കൂടെ ആണോ? പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇറ്റാലിയ പട്ടാളത്തിൽ ഒരുത്തൻ പ്രാർത്ഥിക്കുന്നു, യോപ്പയിൽ മറ്റൊരുത്തൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇറങ്ങിയേക്കുന്നു. ഹല്ലേലൂയ. സ്വർഗം അവിടെ ഇടപെടുന്നു, സ്വർഗം ഇവിടെ ഇടപെടുന്നു. ഇന്ന് പകരം നീ ഇവിടെ ഇരിക്കുമ്പോൾ വീട്ടിൽ ഇടപെട്ടോണ്ടിരിക്കുക. നിന്റെ പ്രാർത്ഥനാ മണ്ഡലത്തിൽ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പാടുകൾ പറയുക. വിശ്വസിക്കുന്നവർ മാത്രം ഈ പോലെ ദൈവത്തെ ആരാധിക്കണം. നീ ഇവിടെ കരമടിക്കുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗം മറ്റൊരു തലത്തിൽ. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പത്രോസ് വിശന്നിട്ടാ വന്നേ. ഭയങ്കര മിനിറ്റ്സ് നടന്നുകൊണ്ടിരിക്കുക. പേടമാൻ എന്ന് പറഞ്ഞ തബീത ഉയർത്തെഴുന്നേൽക്കുന്നു. അനന്യാസ് എന്ന് പറഞ്ഞ പക്ഷപാതക്കാരൻ സൗഖ്യമാകുന്ന ഭയങ്കര മിനിറ്റ്സ് നടക്കുക. അതിനിടയ്ക്ക് വിശന്നപ്പോൾ എന്നാൽ ചില ആഹാരം കഴിക്കാം. അതിനുവേണ്ടി മാത്രം 6-7 പേര് എടുത്തിട്ടുണ്ട്. ആഹാരം റെഡിയാക്കാൻ വേണ്ടി തന്നെ മേശമേ ശുശ്രൂഷിക്കാൻ 6-7 പേരെ എടുത്തിട്ടുണ്ട്. ആ 7 പേരെ വന്നപ്പോൾ ഒരു പുള്ളി ശമരിയെ പ്രസംഗിക്കാൻ പോയേക്കും. ഹലോ, സ്റ്റേഫാനോ സെരിശിലേമി പ്രസംഗിക്കാൻ പോയേക്കും. കഞ്ഞി വെക്കൻ്റെ പുള്ളികളെല്ലാം കൂടെ ശുശ്രൂഷയ്ക്ക് പോയേക്കും. ഹലോ, ഒരല്ലേ പറയണം. അന്നേരം ഡയറക്ടറെന്നോ സൂപ്രണ്ടെന്നോ എല്ലാം പേര് നിൽക്കുന്ന പത്രോസ് ഇവരെ എടുത്തിട്ട് ചാടിച്ചെന്നല്ല. എന്നാൽ പിന്നെ ആരെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് വല്ലതും വിട്ടോന്ന് നോക്കണമെന്ന് മെസ്സേജ് നോക്കിയെന്നല്ല. വിശപ്പാണ്, ആഹാരം റെഡി ആയിട്ടില്ല. നേരെ അങ്ങോട്ട് പോയി പറഞ്ഞേ പ്രാർത്ഥിക്കാൻ പോയി. പറയെല്ലാവരും എന്തോതിന് പോയി? ഇന്ന് ഉച്ച കഴിഞ്ഞ് എന്തോതിന് പോകും? പ്രൈസ് ദി ലോർഡ്. നാളെ തൊട്ട് ചരിത്രം മാറുമെന്ന്. പിന്നെ ഈ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, 11:7 എനിക്ക് തോന്നുന്നത്. ദേവദാസ് ഒന്ന് വായിച്ചവനെ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ ഒരു പദമാ ഭയഭക്തി. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്. ഒന്ന് ശ്രദ്ധിച്ചേ, കാണാത്തവ. അന്ന് വരെ മഴയില്ല ഭൂമിയിൽ. എന്തില്ല? ഭൂമി അന്ന് വരെ നനയുന്നത് എങ്ങനെയാ? മഞ്ഞ് എവിടുന്ന് വരുവാ? മഞ്ഞ് എവിടുന്ന് വരുവാ? ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയെന്നാ, മേളിൽ നിന്ന് വരുവല്ല. അപ്പം മേളിൽ നിന്ന് യാതൊരു പരിപാടി, എല്ലാം താഴെ തന്നെയാണ്. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നു. അങ്ങനല്ലേ? അപ്പം ഭൂമിയിൽ നിന്നാണ് വരുന്നെങ്കിൽ ഞാൻ രാവിലെ എങ്ങോട്ട് നോക്കി നടന്നാൽ മതി. പാക്ക് വീഴുന്നോ, തേങ്ങ വീഴുന്നോ, ഒട്ടുപാലുണ്ടോ, മൺപാലുണ്ടോ എന്നൊക്കെ നോക്കി താഴോട്ട് നോക്കി നടന്നാൽ മതി.
താങ്ക് യു. താഴോട്ട് നോക്കി. എൻ്റെ കൂടാണോ നിങ്ങൾ? എല്ലാവരും താഴോട്ട് നോക്കി കിടക്കുമ്പോൾ ഒരു പുള്ളി മാത്രം രാവിലെ എണ്ണിച്ച് മേളോട്ട് നോക്കി കിടക്കുക. നാട്ടുകാർ ചോദിച്ചു, തനിക്കെന്തോ പറ്റിയിടൂ? കാണാത്തവയെക്കുറിച്ചൊരു അരുളപ്പാട് കിട്ടി. ഇതുവരെ കാണാത്തവയെക്കുറിച്ച്. അതെന്തുവാണോ കാണാത്തത്? മഴ പെയ്യും. മഴയോ? ആ മഴ പെയ്യും. മഴ പെയ്യും. എത്ര ദിവസം? 40 ദിവസം. ഹലോ, ഒരൊറ്റ മനുഷ്യൻ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക. അയാൾ മേലോട്ട് തന്നെ നോക്കി നടക്കുക. സ്തോത്രം. അയാൾ കണ്ട ദർശനം വീട്ടിൽ ആരും വേറെ കണ്ടില്ല. പക്ഷെ അയാൾ പറഞ്ഞ കാര്യം ഭാര്യ വിശ്വസിച്ചു. അതായിരുന്നു അയാളുടെ ഭക്തി. ഞങ്ങടങ്ങത്തെ അങ്ങേരെന്തോ പറഞ്ഞാലും കറക്റ്റാണ് അമ്മാമയ്ക്ക് അറിയാമായിരുന്നു. റാന്നിയിൽ അങ്ങനെയൊക്കെ വിളിക്കുന്നത്. ഞങ്ങടങ്ങത്തെ അങ്ങേര് മനസ്സിലായില്ലേ? ഞങ്ങളുടെ പിള്ളേരുടെ അച്ഛൻ. അതെല്ലാം അമ്മാമയ്ക്ക് ഉറപ്പായിരുന്നു. അല്ല, മിണ്ടുന്നില്ല. അപ്പം ഞങ്ങളുടെ കത്തെ അങ്ങേര് മാത്രം മേലോട്ട് നോക്കി നടക്കുന്നതിന് കാരണം അമ്മാമയ്ക്ക് മനസ്സിലായി അച്ഛൻ പറയുന്നത് കറക്റ്റാണ്. കാണാത്ത കാര്യം സംഭവിക്കും. 17-ാമത്തെ പകൽ കാണാത്ത കാര്യം സംഭവിക്കും. ഇതുവരെ കാണാത്ത കാര്യം സംഭവിക്കും. ഇതുവരെ കാണാത്ത കാര്യം സംഭവിക്കും. ഇതുവരെ കാണാത്ത കാര്യം സംഭവിക്കും. അപ്പനും അമ്മയും പറഞ്ഞത് പിള്ളേര് 3 ഏറ്റെടുത്തു. ഇത് AI യുഗമാ പാസ്റ്റേ. പിള്ളേരോട് അങ്ങനൊന്നും പറയാനൊക്കത്തില്ല. അവർ ദൈവം ഉണ്ടോയെന്ന് തന്നെ സംശയിച്ചാണ് നടക്കുന്നത്. പിന്നെ ഞങ്ങൾ വരുന്നതുകൊണ്ട് അവരിടയ്ക്കൊക്കെ വരുന്നതേ ഉള്ളൂ. വള്ളിനിക്കറൊക്കെ ഇട്ടുകൊണ്ടാണല്ലോ അവൻ വരുന്നുണ്ടല്ലോ. മിണ്ടുന്നില്ല. വള്ളിനിക്കറിട്ടാണെങ്കിലും അവന് ആരാനിക്കൊക്കെ വരുന്നുണ്ടല്ലോ. അത് തന്നെ വിഷമിച്ചാണ് വരുന്നത്. അവനങ്ങനെ വലിയ വിശ്വാസം. അവനിപ്പോൾ AI സിസ്റ്റമാണ് പഠിക്കുന്നത്. ഹലോ, മുഖത്തിനൊരു വളിപ്പ്. തീരെ സുഖിക്കുന്നില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനിങ്ങനെ പറയും. അതിനെ ഇങ്ങനെയുള്ളവരെ ഒന്നും പ്രസംഗിക്കാൻ വിളിക്കല്ലെന്ന് ഞാൻ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ. പക്ഷേ പിള്ളേർ 3 അപ്പനും അമ്മയും പറഞ്ഞ് വെളിപ്പാടങ്ങ് ഏറ്റെടുത്തു. ഹല്ലേലൂയ. അവർക്ക് അപ്പനും അമ്മയും ആലോചിച്ച് 3 ഭാര്യമാർ വന്നു. പിള്ളേർ കണ്ടുപിടിച്ചല്ല. ഇത് ഏത് കാലമെന്നറിയാമോ? ബോധിച്ചതിനെയൊക്കെ ഭാര്യമാരായിട്ടെടുത്ത് ബോധിച്ച പോലെ ജീവിക്കുന്നൊരു കാലം. അന്നേരം ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതി. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ബോധിച്ച പോലെ ജീവിക്കാൻ ആരെയും വിടരുത്. ഈ നോഗ പ്രസംഗിച്ച കൊണ്ട് ആ മനുഷ്യന്റെ ആയുസ് 120 ആക്കിയും തെറ്റിദ്ധരിക്കല്ലേ. ആ 6-ാം അധ്യായത്തിൽ പറയുന്നു, മനുഷ്യൻ ബോധിച്ചവരെയൊക്കെ ഭാര്യമാരായിട്ട് എടുത്തത് കൊണ്ട് ദൈവം അവൻ്റെ ആയുസ് 120 കുറച്ചെന്ന. ബോധിച്ച പോലെ ജീവിച്ചുകൊണ്ടാണ് ആയുസ് എന്ത് ചെയ്തേ. നിന്റെ ആയുസ് കുറയുന്നെങ്കിൽ ഓർത്തോണം ഏതാണ്ട് കുഴപ്പങ്ങളുണ്ട്. ബോധിച്ച പോലെ ജീവിക്കാതിരുന്ന ഇപ്പോഴും ഒരു 120 ജീവിക്കാം. കാരണം ഞാൻ പുസ്തകം എല്ലാം അരിച്ചു പറക്കിയപ്പോൾ 120 പിന്നെ വെട്ടിയിട്ടില്ല. മോശ പാടിയതേ ഉള്ളൂ. 70 ഏറെ ആയാൽ അത് മോശയുടെ പാട്ടാണ്. എനിക്കിപ്പോൾ പാടുമ്പോൾ 45 50 നോക്കി ആക്കാം. അതെൻ്റെ പാട്ടാണ്. പക്ഷെ ദൈവം ഒരിക്കൽ മാത്രമേ ആയുസ് വെട്ടിയുള്ളൂ. ഇപ്പോഴും മര്യാദയ്ക്ക് ജീവിക്കാമേ. പ്രഷറും ഷുഗറും യൂറിൻ ബാഗും ഇല്ലാതെ ഒരു 120 പാമെന്നേ. നീ കൃപ നിൽക്ക്. നീ ദൈവത്തിന്റെ വെളിപ്പാട് നിൽക്ക്. നീ പ്രാർത്ഥനയിൽ മുന്നേറ്. നിന്റെ സംവത്സരങ്ങളെ ദൈവം ദൈർഘ്യമാക്കും. ഈ പകൽ ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. നിന്റെ സംവത്സരങ്ങളെ ദൈവം ദൈർഘ്യമാക്കും. പിള്ളേർ ചോദിച്ചു, അപ്പച്ചൻ്റെ വെളിപ്പാട് നിർപ്പിലാക്കാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? എടാ മോനെ, അപ്പച്ചൻ കണ്ട വെളിപ്പാടിനകത്ത് മഴ പെയ്ത്ത് മാത്രമല്ല, ഇതെല്ലാം മുങ്ങുന്നത് മാത്രമല്ല, ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു. എന്തോ പറ്റ പെട്ടകം എന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിൽ കൂടെ പോകുന്നൊരു സാധനമാണ്. അതിനിവിടെ വെള്ളമൊന്നുമില്ലല്ലോ. വെള്ളമില്ലാതെ നമ്മൾ ഈ മലയുടെ മണ്ടയ്ക്ക് താമസിച്ചുകൊണ്ട് പെട്ടകം ഉണ്ടാക്കി എന്തോ ചെയ്യും? അത് അതിൻ്റെ വലിപ്പം ഒരു ചെറിയ കളിവെള്ളം വല്ലതും ആണോ? ഒന്നുമല്ല മോനെ. 450 അടി നീളം, 450 അടി നീളം, 45 അടി ഉയരം, 75 അടി വീതി, 3 നില, കംപ്ലീറ്റ് ഗോപർമരം, മുഴുവൻ അറകൾ. അതിന് അറ ആനയുടെ കൂട്ടിൽ താമസിപ്പിക്കണം, പോത്തിൻ്റെ കൂട്ടിൽ താമസിപ്പിക്കണം, കഴുതയുടെ കൂട്ടിൽ, എല്ലാം കൂടെ കൂട്ടികളൊക്കെ ഒരു മുറി കിടക്കല്ലേ. മിണ്ടുന്നില്ല. കുറുക്കൻ്റെ കൂട്ടിൽ താമസിപ്പിക്കണം. എല്ലാത്തിനും അറകൾ പണിയണം. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ. ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് നോക്കിക്കോണം.
ഇത് കംപ്ലീറ്റ് ഗോപുരമായിരിക്കണം. അപ്പോൾ ഈ ടൈറ്റൊക്കെ വന്ന ഉടനെ മൂത്ത മോൻ്റെ ഭാര്യ പറഞ്ഞു കാണും, അപ്പച്ചൻ വിഷമിക്കണ്ട, ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ തേക്കുണ്ട്, ഞങ്ങളുടെ അച്ചായൻ തേക്ക് വെച്ചിട്ടുണ്ട്, ഞാൻ പോയി 10 തേക്ക് മേടിച്ചോണ്ടിരാം. ഉടനെ ആ മരുമോള് പറയുമ്പോൾ തേക്ക് ഇതേ പണിയാനൊക്കത്തില്ല. ഹലോ, അപ്പോൾ മറ്റേ മരുമോൾ ഞങ്ങളുടെ ഇവിടെ തേക്കില്ല, പക്ഷേ പ്ലാവ് ഇഷ്ടം പോലെ, തായ് പ്ലാവ് ജാക്ക് ഫ്രൂട്ട് തൊട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ പറയും 10 പ്ലാവിന് തടി എന്ത് ചെയ്യാം, കൊണ്ടുവരാം. ഇതൊന്നും ഒക്കത്തില്ല മക്കളെ, ഗോപുരമരം മാത്രമേ. ഹലോ, ഇത് ദൈവം പറഞ്ഞ മെറ്റീരിയൽ ആയതുകൊണ്ട് മരുമോടെയോ അമ്മായിപ്പൻ്റെയോ ഒന്നും പ്ലാൻ പറഞ്ഞ് മെറ്റീരിയൽ മാറ്റാനൊക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അന്നേരം പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഇന്ന് ചെന്നിടത്തൊരു ഗോപുരമരമുണ്ട്, പക്ഷെങ്കിൽ അതിന് ഈ 450 അടി നീളവിൽ ഇത്ര നീളമുള്ള, നമുക്കൊരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ കുറഞ്ഞാൽ കുഴപ്പമില്ലോ. ഉണ്ട് മോനെ, ഇത് വെള്ളത്തിൽ കിടക്കണ്ടേ, മുങ്ങിപ്പോവും. മുങ്ങിയാൽ നമ്മുടെ കുടുംബം മൊത്തം കൂടെ മുങ്ങുവേടാ. അതുകൊണ്ട് നീ പറഞ്ഞ കേട്ട് 1/4 ഇഞ്ച് കുറയ്ക്കാനോ നമുക്ക് ഇത്രയും പാട്ട് വേണ്ട, നമ്മൾക്ക് ഇത്രയും കയ്യടി വേണ്ട. കയ്യടി കൂടിയാലേ കസാറ ഒടിയത്തുള്ളല്ലോ. അതുകൊണ്ട് നമുക്ക് കസാറ ഒടിയാത്തൊരു ആരാധന എൻ്റെ മോനെ അതൊന്നും നമുക്ക് മാറ്റാനൊക്കത്തില്ല. അതെല്ലാം അതിന് ക്രമത്തിൽ പോകണം, അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ കിടക്കാം, മുങ്ങിപ്പോവും. മിണ്ടുന്നില്ല. മോൻ്റെ പ്ലാൻ പറഞ്ഞ് 1/2 ഇഞ്ച് കുറയ്ക്കാനോ മരുമോടെ വാക്ക് പറഞ്ഞ് 1/2 ഇഞ്ച് കൂട്ടുകയോ ചെയ്താൽ ഇത് മുങ്ങിപ്പോവെന്ന്. ഇത് ആർക്കും വേണ്ടി പ്ലാൻ മാറ്റുന്നതല്ല. നിന്റെ പ്ലാൻ മുഴുവൻ സ്വർഗത്തിൽ സ്ഥിരമാ. നിന്റെ ആരാധന പ്ലാൻ മുഴുവൻ സ്വർഗത്തിൽ സ്ഥിരമാ. ഏറ്റെടുക്കുന്നവർ ശക്തിയോടെ ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച് അതുവരെ കാണാത്തവയെ കുറിച്ചൊരു പ്രൊജക്റ്റ് ദൈവം ഭക്തന് കൊടുത്തു. ഭക്തൻ വിശ്വാസത്തോടെ പണി ആരംഭിച്ച കമ്മിറ്റിക്കാർ പറഞ്ഞു, നമുക്ക് ഫോറിനേഴ്സിനെല്ലാം ഓരോ കത്തെഴുതി ഒരു ലെറ്റർ ഹെഡിനകത്ത് നമുക്കൊരു കത്തെഴുതി അയക്കാം. മോശ പറഞ്ഞു, വെളിപ്പാട് തന്നത് ദൈവമാണ്, അളവും നീളവും പൊക്കവും മണ്ണവും പറഞ്ഞത് ദൈവമാണ്, പണിയൻ്റെ മെറ്റീരിയൽ പറഞ്ഞത് ദൈവമാണ്. അതുകൊണ്ട് കത്തെഴുതുന്നില്ല, കത്തെല്ലാം മേളിലോട്ട് വിടുന്നു, താഴോട്ട് വരുന്നു. സ്തോത്രം പറഞ്ഞില്ല. എടാ, ദൈവം തന്ന ദർശനത്തിന് ആരുടെയും കെയർ ഓഫ് വേണ്ട, ആരുടെ കെയർ ഓഫ് വേണ്ട. സ്വർഗം പൊഴിച്ചു തരും. വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ദർശനം ദൈവത്തിന്റെ ആണെങ്കിൽ, ആലോചന ദൈവത്തിന്റെ ആണെങ്കിൽ, വെളിപ്പാട് ദൈവത്തിന്റെ ആണെങ്കിൽ ബാക്കിയെല്ലാം ദൈവം തരും. വിശ്വസിക്കുന്നവർ ദൈവത്തെ കരമടിച്ച് ആരാധിക്കട്ടെ. ഇതുവരെ സ്വർഗം ചിലത് ചെയ്യുകയോ. ഈ 17ാമത്തെ പകൽ കാണാത്തത് ചിലത് കാണണം. എത്ര പേർ തയ്യാറുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് നോക്കിയപ്പോൾ 4 കോണും കെട്ടിയ ഒരു തുപ്പട്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. നിറച്ച് നാനാജാതി ജീവികൾ, നാൽക്കാലികൾ, ഇടയാദികൾ, ആർത്ത് പക്ഷികളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ യഹൂദനാ, ഞാൻ സാക്ഷാൽ അബ്രഹാമ്യ കുടുംബത്തിൽ സാറയിൽ ജനിച്ച ഇസഹാക്കിൻ്റെ കൊച്ചുമോനാ, ഞാൻ ഒറിജിനൽ യഹൂദനാ. ഞാൻ ഈ മലിനമായതൊന്നും. ഉടനെ ഇതം കയറിപ്പോയി. പിന്നെയും കണ്ണടച്ചപ്പോൾ 2ാമത് ഇറങ്ങി വന്നു. പുള്ളി വീണ്ടും ഇറങ്ങി, പിന്നെയും കയറിപ്പോയി. 3ാമത് ഇറങ്ങി വന്നു. ഈ ശൗമേലിനെ പിന്നെയും വിളിച്ച പോലെ പത്രോസിന് 3 പ്രാവശ്യം ഒരു വെളിപ്പാട്. സ്തോത്രം പറയണം. നിന്നെ ദൈവത്തിന്റെ പദ്ധതിയിൽ കൊണ്ടുവരുന്നത് വരെ ആ വെളിപ്പാട് തുടരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രൊജക്റ്റ് നിന്നെ കൊണ്ടുവരുന്നത് വരെ ആ വെളിപ്പാട് ഇങ്ങനെ കയറുകയും ഇറങ്ങി. ഈ 17ാമത്തെ പകൽ സ്വർഗത്തിൽ നിന്ന് ചിലവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരികയോ. ഈ കണ്ടത് എന്തായിരിക്കും എന്നറിയാൻ പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പം വെളിയെന്ന് ഒരു 2-3 പേര് വന്ന് പറഞ്ഞു, നിന്നെ വിളിക്കുന്നത് പറഞ്ഞു. ഉടനെ ദൈവാത്മാവ് പറഞ്ഞു, ആ വിളിക്കുന്നവരെ ഞാൻ അയച്ചതാണ്, നീ അവരോട് പോകാൻ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ
ഈ കൊർന്നേലിയോസ് വീട്ടിലേക്ക് എന്ത് ചെയ്യുകയാണ്? പത്രോസ് ചെല്ലുകയാണ്. സ്തോത്രം. അവിടെ ചെന്നപ്പോൾ പത്രോസ് ഈ കൊർന്നേലിയോസ് പറയുന്ന വാചകം കൊണ്ട് പറഞ്ഞ് നമുക്ക് ഇന്ന് പകലത്തെ ദൂത് അവസാനിപ്പിക്കാം. ഒന്ന് വായിച്ചേ, അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർന്നേലിയോസ് അയച്ച പുരുഷന്മാർ ശിമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ നിന്നു. പത്രോസ് എന്ന് മറുപേരുള്ള ശിമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട്. പറഞ്ഞേ, ദർശനവും ദൈവം അയച്ചതാണ്, ഈ ദൈവപുരുഷന്മാരെയും ദൈവം അയച്ചതാണ്. സമയമില്ല. 24-ാമത്തെ വാക്യം. പിറ്റേന്നാൾ കൈസരയിലെത്തി. അവിടെ കൊർന്നേലിയോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതരെയും കൂട്ടി വരുത്തി അവർക്കായി കാത്തിരുന്നു. പത്രോസ് അകത്തു കയറിയപ്പോൾ കൊർന്നേലിയോസ് എഴുന്നേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യൻ അത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അടുത്ത വാക്യം. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്ത് എന്നു. അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ട് അവനോട്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവരുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇനി 33-ാമത്തെ വാക്യം വായിച്ചു. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ച് നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പത്രോസിന്റെ മുമ്പാകെ അല്ലേ കൂടിയേ? ഹലോ, നമ്മളിപ്പോ ഷാജി പാസ്റ്റർ മുമ്പാകെ അല്ലേ കൂടിയേക്കുന്നേ? അതോ ദൈവത്തിന്റെ മുമ്പാകെയാണോ? എത്ര പേർക്ക് ഉറപ്പുണ്ട്? അതാ ദൈവകൃപ. പിസിച്ചെറിയാന്റെ മുമ്പാകെ കൂടിയേക്കുമല്ലോ, ആനെ ഒന്നും കിട്ടത്തില്ല. കൊർന്നേലിയോസിന്റെ വീട്ടിൽ പത്രോസ് വന്നപ്പോൾ കൊർന്നേലിയോസ് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിന്റെ നിന്നിൽ നിന്നുള്ള ദൈവിക അരുളപ്പാട് കേൾക്കാൻ ദൈവത്തിന്റെ മുമ്പിൽ കൂടിയിരിക്കും. ദൈവസന്നിധിയിൽ വരുന്നവൻ ദൈവത്തിന്റെ മുമ്പിൽ വരുവാന്ന് അറിഞ്ഞു വേണം വരാൻ. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി പറയുവാന്ന് അറിഞ്ഞു വേണം പറയാൻ. ആ ദൈവം ആരാന്ന് അറിഞ്ഞിട്ട് നീ അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ പേര് ആരാധന. ആരാധിക്കുന്ന നീ ആരാന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് തരുന്നതാ വിടുതല്. ഇന്ന് പകൽക്കാലം വിടുതൽ ഇങ്ങോട്ടും ആരാധന അങ്ങോട്ടും കൊടുക്കാൻ നീ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിന്മേൽ വലിയ പ്രവർത്തികൾ വെളിപ്പെടും. ഞാൻ എൻ്റെ വാക്കുകൾ ഓടിച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ കൊർന്നേലിയോസ് പത്രോസ് തമ്മിൽ ആദ്യമായിട്ട് കാണുക. അതിനു മുമ്പ് യാതൊരു മുഖപരിചയവും ഇല്ല. പ്രീസറോ. പക്ഷെ കണ്ടപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റ് കാൽക്കൽ വീണാരുടെ ഒരു മുക്കുവൻ്റെ. ഇയാളാരാ? റോമൻ പട്ടാളത്തിലെ ഒരു ശതാധിപൻ, ഒരു കമാൻഡർ, ഒരു ലെഫ്റ്റനന്റ്, ഒരു കേണൽ, ഒരു മുക്കുവന്റെ കാൽക്കൽ വീണു. എന്താ ഈ മുക്കുവന്റെ പ്രത്യേകത? പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ട്. ആത്മാവ് നിന്റെ മേൽ വന്നാൽ ഏത് കെടികെട്ടിയവനും, അഭിഷേകം നിന്റെ മേൽ വെളിപ്പെട്ടാൽ, ഓ ഹല്ലേലൂയ, തോളത്തെ സ്റ്റാറിനെ കാട്ടി വില പകരപ്പെട്ട ആത്മാവിനാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ ആത്മശക്തിയുള്ള വ്യക്തിയാണെന്ന് അറിഞ്ഞു വേണം ഓരോ സ്റ്റെപ്പുകൾ വെക്കാൻ. നീ ആരുടെ കാൽക്കൽ വീഴണ്ട, പക്ഷെ പലതും നിന്റെ കാൽക്കൽ വീഴും. വിശ്വസികൾ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. ഈ ദർശനം ആർക്കാ കൊടുത്തേ? കൊർന്നേലിയോസിനും പത്രോസിനും. പക്ഷെ കൊർന്നേലിയോസ് ആളയച്ചിട്ട് പത്രോസ് വരുമോ വരത്തില്ലയോ എന്ന് പോലും പുള്ളിക്കറിയില്ല. കാരണം മൊബൈൽ ഇല്ലല്ലോ. ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു, പത്രോസ് കൂടെ ഉണ്ട്. അപ്പം നമുക്ക് 6 മണിക്ക് തന്നെ യോഗം തുടങ്ങണം. ഇപ്പോഴത്തെ കണ്ടീഷൻ ഞങ്ങൾ 5-6 പേരുണ്ട്, നിങ്ങളും കൂടെ കൂട്ടി ഒരു 10 പൊറോട്ടയും ചില കോഴിക്കറിയും ഒക്കെ അറേഞ്ച് ചെയ്തേക്കണം. ഹലോ, എന്നൊന്നും പറയാൻ മൊബൈൽ സംവിധാനം ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഈ മനുഷ്യൻ കാണിച്ച ദർശന ദൈവത്തിനല്ലേ.
അയലോകക്കാരെ മൊത്തം കൂട്ടി. നമ്മുടെ യോഗത്തിന് ഏതൊരു അയലോകക്കാർ വരുമോ? നമ്മുടെ വീട്ടിൽ യോഗം വെച്ചിട്ട് അയലോകക്കാർ വരുമോ? ഒന്നും മിണ്ടുന്നില്ല. അയലോകക്കാരെ വിളിക്കാൻ പറ്റിയ ബന്ധമുണ്ടോ? പ്രവാചക ശിഷ്യൻ മരിച്ചെങ്കിലും പ്രവാചകം നിന്റെ വീട്ടിൽ എണ്ണ ഉണ്ട്, അത് ഒരു പറഞ്ഞ എണ്ണയുണ്ട്, അയലോകത്തെ പാത്രമെല്ലാം മേടിച്ചോളാൻ പറഞ്ഞു. കടക്കാർ ജപ്തി ചെയ്യാൻ വന്നിരിക്കുമ്പോൾ ആരെങ്കിലും പാത്രം കൊടുക്കുമോ? പറ. കടക്കാർ ഓൾറെഡി ജപ്തി ചെയ്യാൻ വന്നിരിക്കുക, പിള്ളേരെ പിടിച്ചോണ്ട് വന്നിരിക്കുക. എന്നേരം ഏതെങ്കിലും മനുഷ്യൻ വായ്പ കൊടുക്കുമോ? പക്ഷെ ഇവിടെ ചോദിച്ച വീട്ടിൽ നിന്നെല്ലാം പാത്രം കിട്ടി. അയലോക്കത്ത് ഇവക്കൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. കൊർന്നല്യോസ് പട്ടാളത്തിലാണെങ്കിലും നാട്ടുകാരെല്ലാം ഇങ്ങനെ കൊമ്പമീശയൊക്കെ പിരിച്ച് മേടിപ്പിച്ച് നടക്കുന്ന ആളല്ല. അയലോക്കത്ത് ഭയങ്കര സാക്ഷിയാണ്. പുള്ളി പറഞ്ഞു, ഞാനൊരു ദൈവദാസനെ വിളിക്കാൻ വിട്ടേക്കാണ്, പേര് പത്രോസ് എന്നാണ്, അദ്ദേഹം കർത്താവിൻ്റെ ശിഷ്യനായിരുന്നു, അദ്ദേഹത്തെ വിളിക്കാൻ ദൈവം എന്നോട് പറഞ്ഞു, ഇന്നിവിടെ ഏതെങ്കിലും സമയത്തെത്തും, നിങ്ങളെല്ലാം വരാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എന്ത് ചെയ്തു? വീട് നിറച്ചാളൊരു അല്ലലി പറഞ്ഞ് നിന്റെ വീട്ടിലെ ആളിനെ കൂട്ടണം പ്രാർത്ഥനയ്ക്ക്, ആരാധനയ്ക്ക്. എന്നിട്ട് ദൈവദാസനെ വിളിക്കണം, വിളിച്ച് ദൈവദാസനെ കൊണ്ട് അവരോട് ദൂത് പറയിപ്പിക്കണം, അവർ രക്ഷിക്കപ്പെടും. ഒരല്ലേ പറഞ്ഞേ, ദൂത് കണ്ടത് ഒരാള്, പക്ഷെ ആള് മൊത്തം കൂടിയവർ ഇന്നലെ വെളിപ്പാടൊന്നും ഇല്ലാതെ ഇവൻ വിളിച്ചുകൊണ്ട് വന്നാന്ന് പറഞ്ഞ ആത്മാവ് മാറിയില്ല. വന്നവരുടെ എല്ലാം മേലെ ആത്മാവ് പകർന്നു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? വീട്ടിൽ വന്ന് കയറിയോനെല്ലാം ആത്മാവിലായി. അവരെല്ലാം അന്യഭാഷയിൽ ആരാധിച്ചു. പത്രോസ് ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുക. പത്രോസ് പറഞ്ഞു, ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ ഇത്രയും പേരുടെ മേലെ ആദിയിൽ എന്ന പോലെ, എന്ന് പറഞ്ഞാൽ മർക്കോസിന്റെ മാളിയ മുറിയിൽ എന്ന പോലെ ആത്മാവിനെ പകർന്ന് ഇവരുടെ വെള്ളമാരുടെ വിലക്കുന്ന് ഇറങ്ങാൻ പറഞ്ഞു. എല്ലാവരെയും അന്ന് തന്നെ മുക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം ആദിയിലെന്ന പോലെ ഒരാത്മ പകർച്ച നിന്റെ മേൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവര് മാത്രമോ. ജീസസ് അന്ന് തന്നെ അവരെല്ലാവരും പത്രോസിന്റെ കൈക്കീഴേ സ്നാനപ്പെട്ടു. ഒരല്ലേലൂയ പറഞ്ഞേ. ഇന്ന് നടക്കേണ്ട കാര്യം ഇന്ന് നടക്കണം. നീ അത് ഫെബ്രുവരി 1 ആകട്ടെ, അതൊരു നല്ല ദിവസമല്ല, അപ്പം മറന്നു പോകത്തില്ലല്ലോ. നമ്മൾ നാളത്തേക്ക് നാളെ നീ ഉണ്ടെന്ന് ഗ്യാരണ്ടി എന്തുവാ? നാളെ സ്നാപകൻ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഹലോ, അന്ന് തന്നെ അവരെന്ത് ചെയ്തു? ഞാൻ ഡ്യൂട്ടി ഒന്ന് നോക്കട്ടെ, ഞങ്ങൾക്കെല്ലാം കൂടെ ഓഫ് കിട്ടുന്ന ദിവസം എന്നാന്ന് വെച്ചാൽ അന്നേരം മുക്കാം എന്ന് വല്ലതും പറഞ്ഞു. ഇത് സാധാരണക്കാരനല്ലെന്ന് ഓർത്തോണം, കൃത്യമായ ഡ്യൂട്ടി ഉള്ളവനാ. പ്രൈസലോ. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ താൻ എല്ലാം മറന്നിട്ട് ദൈവത്തിന്റെ ഹിതമനുസരിച്ചെങ്കിൽ ഇന്ന് പോൽ മറ്റെന്തിനേക്കാൾ ദൈവഹിതമനുസരിപ്പാൻ തയ്യാറുള്ളവര് ആ കരമൊന്ന് അടിച്ച് ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവര് ഒന്ന് കൈപൊക്കിക്ക്. എല്ലാവരും പറഞ്ഞോണം. ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് വൈകിട്ട് ചെങ്ങന്നൂർ IPC സെൻട്രൽ കൺവെൻഷനാണ്. അതുകൊണ്ട് ഇപ്പോൾ ഓടിപ്പോയാലൊക്കത്തുള്ളൂ. എന്നാലും ഒന്ന് ഓർപ്പിക്കട്ടെ, മനുഷ്യൻ്റെ പണി പൊളിച്ചത് പാഷ കലക്കിയ, സഭയുടെ പണി തുടങ്ങിയ പാഷ തന്ന. അവർ പറഞ്ഞ പാഷ കേട്ട ജനം ഓടിക്കൂടിയേ. സഭയ്ക്കകത്ത് അന്യഭാഷ ഉയരണം, വീട്ടിൽ അന്യഭാഷ ഉയരണം, അഭിഷേകത്തിന്റെ ഭാഷ സംസാരിക്കണം. ഏത് പൈശാചിക പാളയങ്ങളും പൊളിയുവാൻ ആത്മാവിന്റെ ആരാധന വെളിപ്പെട്ടാൽ ചങ്ങലകൾ പൊട്ടും, അടിസ്ഥാനങ്ങൾ ഇളകും, ജനം വിടിവിക്കപ്പെടും. ഓ, വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ പകൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം ദൈവസന്നിധാനം എഴുന്നേറ്റ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാം മുൻപോട്ട് വിളിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും തുടർന്ന് ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ പോകേണ്ടതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി സമയമെടുക്കുന്നില്ല. നിങ്ങളുടെ കരങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്താം. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ച്
നീ വീട്ടിൽ എഴയല്ല, നീ വാഴണം. വാഴണം. ഞാൻ വാഴുമെന്ന് പറഞ്ഞേ. വാഴുന്നവൻ യാചിക്കുകയല്ല, വാഴുന്നവൻ കൽപ്പിക്കുക. പലതിനോടും കൽപ്പിക്കണം. മാറി നിൽക്കട പിശാച് എന്ന് പറയണം. എൻ്റെ അതിരിനകത്ത് കയറലെന്ന് പറയണം. ഞാൻ ദൈവത്തെ സേവിക്കുന്ന മകനാ മകളാന്ന് പറയണം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന്റെ അധികാരം നിന്റെ അധരങ്ങളിൽ വെളിപ്പെടണം. ഓ ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. എല്ലാ കരങ്ങളും ഉയരട്ടെ. എല്ലാ കരങ്ങളും ഉയരട്ടെ. ഞങ്ങളുടെ നല്ല കർത്താവേ, നിന്റെ വിലപ്പെട്ട മകനും ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയും കഴിഞ്ഞ 17 ദിവസങ്ങളായി പാതപീഠത്തിലായിരിക്കുന്നു. അപ്പാ, അങ്ങയുടെ ജനത്തിന് ആത്മാവിൻ്റെ ഒരു പുതിയ തലം, ഇതുവരെ കാണാത്തവയെ കുറിച്ചുള്ള ചില വെളിപ്പാടുകൾ, കൊർന്നല്യോസ് കണ്ടതുപോലെ, പത്രോസ് കണ്ടതുപോലെ, നോഗ കണ്ടതുപോലെ പുതിയ ചില വെളിപ്പാടുകളുടെ തലം ദൈവത്താൽ തുറക്കപ്പെടേണ്ടതിനായി ഇവരുടെ കൂടാരങ്ങളിൽ ദൈവം ഇറങ്ങട്ടെ. ഇവരുടെ പ്രാർത്ഥനാ മുറികളിൽ ദൂതൻ ഇറങ്ങട്ടെ. ഓ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. വഴികൾ ഓപ്പൺ ആകട്ടെ. പരാജയങ്ങൾ ജയമാകട്ടെ. ശൂന്യതകൾ മാറട്ടെ. പാഴികൾ മാറട്ടെ. അത്ഭുതത്തിന്റെ ഉറവകൾ ഇവരുടെ കൂടാരങ്ങളിൽ തുറക്കപ്പെടട്ടെ. ഇവരുടെ തലമുറകളുടെ മേൽ ദൈവ കൃപ വ്യാപരിക്കട്ടെ. ഈ സഭയുടെ അതിരുകൾ വിശാലമാകട്ടെ. ഒരു പുത്തൻ മുള പൊട്ടി വരുന്നത് പോലെ അതുതരം സസ്യങ്ങളും അതുതരം വൃക്ഷങ്ങളും മുളച്ചു വന്നതുപോലെ പുതിയ ചില അനുഭവങ്ങൾ, പുതിയ കുടുംബങ്ങൾ, പുതിയ ആത്മാക്കൾ ഈ സഭയ്ക്കകത്ത് മുളച്ചു വരട്ടെ. ദുഷ്ടന്റെ ആശ നശിക്കട്ടെ. അവൻ പല്ലുകടി ചുരുകട്ടെ. സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷയിൽ ഒരു വലിയ ഉയർച്ച പിന്നെയും ഉണ്ടാകട്ടെ. ഇതിനകത്തുനിന്നൊരു അഭിഷക്ത ഗണം എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ അധികാരമുള്ള ഒരു സഭയായി ഈ സഭ തീരട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഓ